വെൽക്കം ആർസണൽ ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്. വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ. മല്ലു ടോക്സ് ആർസണലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പം ഈ വീക്ക് ഭയങ്കര ഒരു ബോറിംഗ് വീക്കാണ് ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ച്. ഇന്റർനാഷണൽ ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത്. എനിവേ, ബട്ട് ദ പോഡ്കാസ്റ്റ് ഹാസ് ടു കണ്ടിന്യൂ എവറി വീക്ക്. സോ ഇന്ന് പോഡ്കാസ്റ്റിന് വേണ്ടി നമ്മുടെ കൂടെ നിന്ന് 3 പേര് എക്സ്ട്രാ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി യു നോ ദ വൺ ഈസ് ദീപക് ബ്രോ നമ്മുടെ കൂടെ ഓൾറെഡി ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അതർ 3 I'll add to the stream as well. We have സഞ്ജയ് ബ്രോ, ജീവൻ ബ്രോ ആൻഡ് അതുൽ ബ്രോ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഗൈസ്, ഹലോ ആർസണൽ ഫാൻസ്. യെസ്, അങ്ങനെ ഒരു വലിയൊരു വീക്കെൻഡ് കഴിഞ്ഞിട്ട്, ഒരു ഡിസപ്പോയിന്റിങ് വീക്കെൻഡ് കഴിഞ്ഞിട്ട് ഒരു നല്ല ഒരു ലോങ് ബ്രേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എല്ലാവർക്കും? എന്ത് ഫീൽ ചെയ്യുന്നു? എങ്ങനെയുണ്ട് ഈ ഒരു അവസ്ഥ? ഞാൻ തന്നെ തുടങ്ങാം. അപ്പോ ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ നമ്മൾ ആകെയുള്ള ഒരു പ്രാർത്ഥന, നമ്മളിൽ നിന്ന് പോയിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ തട്ടുമുട്ടൊന്നും ഇല്ലാതെ തിരിച്ചു വരണം. അത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോ മാസത്തില് 2-3 ഇപ്പൊ നമ്മുടെ ഫിഫയുടെ ഇപ്പോഴത്തെ ഒരു പരിപാടി എടുത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇന്റർനാഷണൽ ബ്രേക്കിങ്ങിന് ഇട്ടോണ്ടിരിക്കുകയാണല്ലോ, സീരിയലിന്റെ ഇടയ്ക്ക് വരുന്ന പരസ്യം പോലെ. അപ്പോ ഇടയ്ക്ക് നമ്മളാണ് അതിൽ കൂടുതൽ ഇങ്ങനെ നിർഭാഗ്യകരമായിട്ടുള്ള കുറെ സന്ദർഭങ്ങളിൽ കൂടെ നമ്മൾ പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ. സാലിബ ആയാലും കുറെ ആൾക്കാരുടെ പരിക്ക് കാരണം നമുക്ക് കുറെ സീസണിൽ തന്നെ കുറെ നമുക്ക് പ്രതികൂല അവസ്ഥയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ നമ്മളുടെ നിർണായകമായിട്ടുള്ള പ്ലേയേഴ്സ് ആരും ഒരു പ്രശ്നമില്ലാതെ തിരിച്ചു വരണം എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു ആഗ്രഹം. പിന്നെ എന്തൊക്കെയാലും അടുത്ത ആഴ്ച ഗെയിം തിരിച്ച് റിസീവ് ചെയ്യുമല്ലോ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇന്റർനാഷണൽ ബ്രേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഭയങ്കര അതൊരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് മാറി വരിക, പുതിയൊരു ഫോർമാറ്റിലോട്ട് വരിക. എക്സ്ട്രാ ഒരു എനിക്ക് 2 ഗെയിംസ് എങ്ങാണ്ട്, 2 ഗെയിമാണ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇത്രയും ഇന്റർനാഷണൽ ബ്രേക്കും കൂടെ വരുമ്പം പ്ലേയേഴ്സ് ഭയങ്കര ഫെറ്റീഗ് ആവാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നുണ്ട്, ഇഞ്ചറി പ്രോൺ ആവുന്നുണ്ട്. ജീവൻ ബ്രോ, എന്താണ് തോന്നുന്നത് ബ്രോ ഈ ഒരു? അത് എസ്പെഷ്യലി ഇപ്പൊ നമ്മള് പുതിയ സീസൺ തുടങ്ങിയിട്ട് 3 ഗെയിംസ് ആണ് കഴിഞ്ഞ, ജസ്റ്റ് 3 ഗെയിംസ് ആക്ച്വലി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മള് ഇത് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ യൂറോ കപ്പ് കൂടെ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 മന്ത് ആയിരിക്കും ഫൈനലിസ്റ്റുകൾക്ക് റെസ്റ്റ് ചെയ്യാൻ തന്നെ കിട്ടി. അതിന്റെ ഇടയ്ക്ക് ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു, പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്തു. സാക്കയ്ക്കൊക്കെ പ്രീ സീസൺ ക്യാമ്പ് ജെനുവൻലി മിസ് ആയിട്ടുണ്ട് ആക്ച്വലി, സാക്ക, റൈസ്, ഡേവിഡ് റൈക്ക് പോലും. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ 3 ഗെയിംസ് ഇൻ ടു ദിസ്, പിന്നെ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക്, ഒരു 12-day ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മള് എസ്പെഷ്യലി ആർസണൽ ഫാൻസ്, നമ്മൾ പാർട്ടിയുടെ കേസിൽ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. ക്യാൻ ഗോ മെറി ഗോ അറൗണ്ട് പറയുന്ന പോലെ നമ്മളെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ആൻഡ് ഇൻ ദിസ് പെർസ്പെക്റ്റീവ് ഇത് പറയുമ്പോൾ ഞാൻ മിക്കപ്പോഴും വെംബ്ലിയിൽ ഇംഗ്ലണ്ടിന്റെ കളി കാണാൻ പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഇപ്പം ലാസ്റ്റ് ഇയറിൽ ഒരു ഗെയിം കണ്ട അവർ നെക്സ്റ്റ് ഒരു 2 ഇയേഴ്സിലേക്കുള്ള ഫ്രണ്ട്ലീസ് നേരത്തെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കും. അപ്പൊ തന്നെ അവര് ടിക്കറ്റ് സെയിലും നടക്കും. സോ ഇവര് ഈ ഫിഫ വേൾഡ് കപ്സ് പ്ലാൻ ചെയ്യുന്ന പോലെ ഫ്രണ്ട്ലീസ് ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന. ഇപ്പൊ ഈ ഒരു വർഷം ഫുൾ ഉള്ള ഫ്രണ്ട്ലീസ് നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ അറിയാം. ആൻഡ് ഈ UEFA ഈ ഒരു ഫോർമാറ്റ് കൊണ്ടുവരുന്ന പല മേജർ കൺട്രീസിനും അവരുടെ ഫുട്ബോൾ അസോസിയേഷൻ ഒരു ചെറിയൊരു എതിർപ്പ് പ്ലേയേഴ്സിനും ഉണ്ട്, അവർക്കും ഉണ്ട്. സോ ഒരിക്കലും എനിക്ക് തോന്നുന്നു അവര് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഫ്രണ്ട്ലീസ് മാറ്റാൻ പോകുന്നില്ല. ഈയിടെ ഞാൻ തോന്നുന്നു, ഐ തിങ്ക് യെസ്റ്റർഡേ കെവിൻ ഡിബ്രാനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. PFA പറഞ്ഞു, ഫുട്ബോൾ അസോസിയേഷനോട് പറഞ്ഞു, ബട്ട് ഫിഫ ആൻഡ് UEFA ആർ സ്റ്റിൽ ഗോയിങ് അഹെഡ് വിത്ത് ദീസ് തിങ്സ് ആക്ച്വലി. സോ ഫറ്റീഗ് ആൻഡ് ഇഞ്ചറി സംതിങ് ലൈക്ക് ഔട്ട് ഓഫ് അവർ ഹാൻഡ്. ആൻഡ് എസ്പെഷ്യലി ഇന്നലെ കാലഫിയോറിക്ക് ഒരു ചെറിയ ഒരു ഇഞ്ചുറിയും കൂടെ ആ ഒരു മൊമെന്ററിനെ പറ്റി. വി നോ ലാസ്റ്റ് ഇയർ നമ്മൾ സെക്കൻഡ് 2 point ഗ്യാപ്പിൽ സിറ്റിയോട് നിന്നത്, ഇറ്റ് വാസ് ബിക്കോസ് സാലിബ വാസ് ഫിറ്റ് ആക്ച്വലി. അതിന്റെ മുമ്പത്തെ സീസൺ സ്പോർട്ടിങ്ങിൽ വെച്ച് പുള്ളിക്ക് ആ ഒരു ഇഞ്ചുറി വന്ന ഗെയിമിലാണ് we lost that final push, we lost the UEL campaign എല്ലാം ആക്ച്വലി. സലീബയുടെ ആക്ച്വലി ആ കളിയിൽ 2 പേര് മിസ്സിംഗ് ആയിരുന്നു. ടോമിയാസ് വന്ന് ഇഞ്ചേർഡ് ആയി. അപ്പൊ അതെ, എക്സ്ട്രാ ടൈം പെനാൽറ്റി വരെ പോയൊരു ഗെയിമാണ്. ഒരു അൺനെസസറി ഗെയിം, ഒരു ലെങ്തി ഗെയിമില് 2 പേരെ നമുക്ക് ലോസ്റ്റ് ആയി. സോ ആ ഒരു ഇപ്പൊ ഇറ്റ്സ് എ ഡ്രീം സെനാരിയോ ഫോർ സലീബ ആൻഡ് ഗബ്രിയൽ ടു സ്റ്റേ ഫിറ്റ് ഫോർ ദ എൻറ്റയർ സീസൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബിഗ് ആസ്ക്, നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ ഫോൾട്ടും അല്ല for some reason. So it's always frustrating, especially 3 games into it. എന്തിനാണ് ഇപ്പൊ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക്? ഇറ്റ്സ് unnecessary, so unnecessary actually. സഞ്ജയ് ബ്രോ, എന്താ തോന്നുന്നു ഇങ്ങനെ ഈ ഒരു
ഇഞ്ചറി പ്രോബ്ലംസ് നമുക്ക് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എല്ലാ ടീമിൽ നിന്നും കാണുന്നുണ്ട്. ഞാൻ ആർസണലിന് നമ്മൾ ടൈറ്റിൽ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയും, പക്ഷെ ഇപ്പൊ നോക്കുവാണെങ്കിൽ അത്യാവശ്യം സിറ്റി ഒഴിച്ച് ഞാൻ മാത്രം എനിക്ക് അറിഞ്ഞൂടാ. ഫോർ സം റീസൺ ദേ ആർ വെരി ലക്കി വിത്ത് ഇഞ്ചറീസ് ആൻഡ് അത് അവർ കറക്റ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലേയേഴ്സിനൊക്കെ അവർ അതിന് ഇന്റർനാഷണൽ ബ്രേക്സിനൊന്നും അവർ വിട്ടുകൊടുക്കത്തില്ല. അവർ കറക്റ്റ് ആയിട്ട് അതിന് ടാക്ടിക്കലി അത് കളിക്കും. ലക്കി എന്ന് പറയുന്നതിനെക്കാട്ടും മാനിപ്പുലേറ്റീവ് എന്ന് പറഞ്ഞു, ബിക്കോസ് ദേ ഫൈൻഡ് ഇഞ്ചറീസ് ഫോർ പ്ലേയേഴ്സ് ഓൺലി ഡ്യൂറിങ് ഇന്റർനാഷണൽ ബ്രേക്ക് മൈനർ ഇഞ്ചറീസ് കണ്ടുപിടിക്കും. ആഫ്റ്റർ ദ ഇന്റർനാഷണൽ ബ്രേക്ക് സിറ്റി കളിക്കുമ്പോൾ ദേ ആർ ഫുൾ ഫ്ലെഡ്ജ് സ്ക്വാഡ്. സഞ്ജയ് ബ്രോ, സോറി നേരത്തെ ജിംബോ പറഞ്ഞ കറക്റ്റ് ആണ്. സോ ഇപ്പോഴത്തെ ഒരു ഇന്റർനാഷണൽ വിൻഡോ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ നമ്മൾ ഇപ്പൊ മാത്രം നോക്കണ്ട, ഇനിയിപ്പോ നെക്സ്റ്റ് 2-3 years നോക്കിക്കോ. എനിക്ക് തോന്നുന്നു ജാം പാക്ഡ് ആയിട്ടുള്ള കലണ്ടറാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ ഈ ജാനുവരിയിൽ നമുക്ക് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് വരുന്നുണ്ട്, പിന്നെ 2025 സമ്മറിൽ ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട്. സോ എന്താണ് അപ്പോ ഈ ഫുട്ബോൾ അതോറിറ്റീസ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അവർ ഒരു സ്ഥലത്ത് പറയും ദേ ആർ കൺസേൺ അബൌട്ട് ദ പ്ലെയർ വെൽഫെയർ, ബട്ട് ദേ ആർ സ്റ്റിൽ ആഡിങ് മോർ മാച്ചസ് ഇൻ ടു ദെയർ കിറ്റി. സോ അവർക്കും അതൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിട്ട് അത് കയറി വരുവാണ്. അപ്പൊ ഈ കാര്യത്തിൽ മെയിൻ ആയിട്ട് പ്ലെയേഴ്സ് ദേ ആർ വോയിസിങ് ദെയർ ഒപ്പീനിയൻ വൺ ബൈ വൺ, ബട്ട് അതൊരു സ്റ്റാൻഡേർഡ്, അതൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒപ്പീനിയൻ വരുന്നുണ്ടോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇൻ ദി എൻഡ് ഫുട്ബോൾ ആര് കളിച്ചാലും കളിച്ചില്ലെങ്കിൽ ഇഫ് ദ ഫാൻസ് ആർ നോട്ട് ദെയർ ടു സീ ദോസ് മാച്ചസ്, ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ബി യൂസ്ലെസ്. സോ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പ്രഷർ നമുക്ക് അതോറിറ്റീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫാൻസിന്റെ സൈഡിൽ നിന്ന് വന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. നേരത്തെ ദീപക് പറഞ്ഞ പോലെ ഇപ്പോ സിറ്റി ഓക്കെ ക്ലബ് വൈസ് നോക്കുവാണെങ്കിൽ സിറ്റി ഓക്കെ ഇൻ എ വേ യു ക്യാൻ കോൾ ഇറ്റ് ആസ് മാനിപ്പുലേറ്റീവ്, ബട്ട് എനിക്ക് തോന്നുന്നത് ദേ ആർ ഏബിൾ ടു മാനേജ് ദർ സ്ക്വാഡ് ബെറ്റർ. ഇപ്പോൾ ലാസ്റ്റ് സീസൺ തന്നെ നോക്കുവാണെങ്കിൽ സിറ്റിയുടെ എനിക്ക് തോന്നുന്നു ഹാർഡ്ലി 2 or 3 പ്ലേയേഴ്സ് മാത്രമാണ് മോർ ദൻ 30 മാച്ചസ് കളിച്ചിട്ടുള്ളൂ പ്രീമിയർ ലീഗിൽ. അതിൽ എനിക്ക് തോന്നുന്നു അൽവാരസ് ഉണ്ടാവും, പിന്നെ റോഡ്രി ഉണ്ടാവും, ബാക്കി റൂബൻ ഡയസ് ആയാലും അതുപോലെ ഡിബ്രോയിനോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ ഇഞ്ചേർഡ് ആയിരുന്നു. ഫിൽ ഫോർഡ് ഓൾസോ മസ്റ്റ് ഹാവ് പ്ലേഡ് അറൌണ്ട് 30+ മാച്ചസ്. അതാണ്. സോ ദേ ആർ ഏബിൾ ടു മാനേജ് ദ സ്ക്വാഡ് വെൽ ബിക്കോസ് ദേ ഹാവ് എ സ്ക്വാഡ് ഡെപ്ത്. അതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ദേ ഹാവ് 11 ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് ആൻഡ് ദേ ഹാവ് ബാക്കപ്സ് ഫോർ ഓൾ ദ പൊസിഷൻസ് ദർ. സോ അതെനിക്ക് തോന്നുന്നു ഒരു സ്പെസിഫിക് പൊസിഷനിൽ മാത്രമായിട്ടല്ല ബാക്കപ്പ് അവർക്കുള്ളത്. ദാറ്റ് പെർട്ടിക്കുലർ ബാക്കപ്പ് ക്യാൻ ഈസ് ഏബിൾ ടു പ്ലേ ഇൻ 2 or 3 ഡിഫറെന്റ് പൊസിഷൻസ്. അതാണ്. സോ എനിക്ക് തോന്നുന്നത് ആർസണൽ ഐ ഗെസ് ദേ ഓൾസോ സ്റ്റാർട്ടിങ് ടു തിങ്ക് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫർ വിൻഡോ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ദേ ആർ ആക്ച്വലി ഏബിൾ ടു ഫിൽ ദോസ് ഗ്യാപ്സ് ഇൻ അവർ സ്ക്വാഡ്. സിറ്റിയുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ്ങിനോട് നമ്മുടെ ക്ലബ്ബ് വരുമ്പോൾ വി വിൽ ഓൾസോ ബി ഏബിൾ ടു മാനേജ് അവർ മിനിറ്റ്സ് ബെറ്റർ ബിക്കോസ് പ്ലേയേഴ്സ് like we discussed earlier. So we had around 6 or 7 players who play more than 30-35 matches in the Premier League itself. So അപ്പൊ ആ ലോഡ് ശരിക്കും ഇനി പ്ലേയേഴ്സ് there will come a tolling point for them to break. സോ അത് നമുക്ക് മാനേജ് ചെയ്താൽ മാത്രമാണ് ഈ സീസൺ ഒരു സക്സസ്ഫുൾ സീസൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സിറ്റിയുടെ ഡ്രോപ്പ് ഓഫ് ഭയങ്കര മിനിമലിസ്റ്റിക് ആണ്. നമ്മുടെ ക്വാളിറ്റിയും സിറ്റിയുടെ ക്വാളിറ്റി അറിയാലോ. ഡെപ്ത് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ ഈ സീസൺ അതിൽ ഡിഫെൻസീവ്ലി നമ്മൾ കുറെയൊക്കെ നമ്മൾ അതിനെ ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ലൈക്ക് ഇപ്പം കാലഫിയോറി, ടിംബർ ഇവർക്കൊക്കെ മൾട്ടിപ്പിൾ പൊസിഷൻസിൽ കളിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും മിഡ്ഫീൽഡിൽ ഇപ്പം നമ്മൾ ഓൾറെഡി പാനിക്ഡ് സിറ്റുവേഷൻ ആയി കഴിഞ്ഞു. സ്പേഴ്സിനെതിരെ മിഡ്ഫീൽഡിൽ ആ ഡെക്ലൻ റൈസ് റോളിൽ ആര് കളിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടിയില്ല. കാരണം മെറീനോ ഇഞ്ചേർഡ് ആണെന്ന് പറഞ്ഞു, റൈസ് ഈസ് ഓൺ എ റെഡ് കാർഡ് ഉണ്ടാവും. സോ നമ്മൾ തന്നെ ആകെ പാനിക് സിറ്റുവേഷൻ ആണ്. ജോർജീനിയോ വന്ന് കളിക്കുമോ? ഓക്കെ, നമുക്കറിയാം ജോർജീനിയോ വരും നമുക്ക്, പക്ഷെ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഇതായിട്ടുണ്ട് ഇപ്പൊ തന്നെ. ദീപക് ബ്രോ എന്താ വരുന്ന നോർത്ത് ലണ്ടൻ ഡാബി വരുന്നു, റെഡ് കാർഡായി, എന്താ ഒരു സിറ്റുവേഷനെ കുറിച്ച്? പാനിക് സിറ്റുവേഷൻ എന്ന് പറയുമ്പം റൈസ് ഇസ് ഒബ്വിയസ് ബിഗ് നമുക്ക് എന്താ മിസ് എന്ന് പറയാം റൈസിന്റെ ആ പൊസിഷൻ. ബട്ട് ജസ്റ്റ് കൺസിഡറിങ് ദ ഫസ്റ്റ് 3 matches ഐ നോട്ട് ഷുവർ റൈസിന് കഴിഞ്ഞ സീസൺ കളിച്ച ആ നമ്പർ 6 പൊസിഷനിലല്ല റൈസ് ഈ സീസൺ കളിച്ച നമ്പർ 8. ദ പെർഫോമൻസ് ദാറ്റ് ഷി ഹാസ് ഗിവൺ ഇൻ ദ ലാസ്റ്റ് 3 games ഇസ് നോട്ട് അപ് ടു ദ മാർക്ക്. സോ നമ്മുടെ ടീം ആസ് എ ഹോൾ മൊത്തം സെറ്റ് ആയിട്ടില്ല. നമ്പർ 8 പൊസിഷനിൽ കളിക്കുന്നുണ്ട്. ഹീസ് ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. സോ ഈ ഒരു റെഡ് കാർഡ് കാരണം ആ ഒരു പൊസിഷൻ റൈസ് ഇല്ലെങ്കിൽ നമുക്ക് നോർത്ത് ലണ്ടൻ ഡാബിയിൽ ഒരു പ്രഷർ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് ജസ്റ്റ് ഡു എ സ്വിച്ച് ലൈക്ക് പാർട്ടേനെ നമ്പർ 8 പൊസിഷനിൽ ഒരു ചെറിയൊരു പുഷ് കൊടുത്തിട്ട് ജോർജീനിയോസ് നമ്പർ 6 ആ ഒരു ജസ്റ്റ് ഗീവ് ഇറ്റ് എ ട്രൈ. അത് എന്നും പറഞ്ഞ് വി ആർ സ്റ്റിൽ സ്ട്രോങ്. റൈസ് ഒരു മിസ്സാണെങ്കിലും
ഇതെന്റെ പെർസ്പെക്റ്റീവ് ആണ്. എല്ലാവരും ഒപ്പീനിയൻ ഐ വുഡ് ലൈക്ക് ടു ഹിയർ. എന്റെ മീൻസ് ഈ ഒരു 1 വീക്ക് ആയിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ സ്ട്രാറ്റജിയും ചിന്തിക്കുമ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് എൻവനേരിനെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഈസ് യങ്, സഡൻലി ഒരു നോർത്ത് ലണ്ടൻ ഡാബി പറ്റില്ല. പിന്നെ വേറെ ESR നമുക്ക് വി നോ വി ഹാവ് സോൾഡ്. സോ ഓൺലി ഓപ്ഷൻ ഇസ് ടു പ്ലേ ജോർജിനിയോ. ബട്ട് അതെങ്ങനെ? സോ പാർട്ടി വെൻ ഷാക്ക വാസ് പ്ലേയിങ്, പാർട്ടി വാസ് അഡ്വാൻസിങ് മോർ ഫണ്ട്. സോ സെയിം സിറ്റുവേഷൻ, ജോർജിനിയോനെ ബാക്ക് ലൈനിൽ നമുക്ക് ഡിഫെൻസീവ് വെച്ചിട്ട് പാർട്ടേനെ കുറച്ച് പുഷ് കൊടുക്കുക. മേ ബി പാർട്ടി വുഡ് ഡു മച്ച് ബെറ്റർ കമ്പയർഡ് ടു വാട്ട് ഹി ഹാസ് ബീൻ ഡൂയിങ് ഫോർ ദ ലാസ്റ്റ് 3 games. ഞാനപ്പോ നോർത്ത് ലണ്ടൻ ഡാബിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയോണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുക എല്ലാവരുടെ അഭിപ്രായം. നിങ്ങളുടെ എന്താണ് വരുന്ന ഒരു സ്റ്റാർട്ടിങ് വിത്ത് അതുൽ ബ്രോ, നോർത്ത് ലണ്ടൻ ഡാബിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്താണ്? മിഡ്ഫീൽഡിൽ ആരായിരിക്കും കൂടുതൽ സാധ്യത, ഓർ കൺസിഡറിങ് ദെയർ ഫോം ആസ് വെൽ? അതും അവരും ലാസ്റ്റ് ഗെയിം ന്യൂസ് കാസലുമായിട്ട് അവരും ഡിഫീറ്റ് ആയിരുന്നു അവർക്ക്. സോ എന്താണ് തോട്ട്സ് ഓൺ? നമ്മള് ഇപ്പൊ എനിക്ക് ആക്ച്വലി ആരായിരിക്കും മിഡ്ഫീൽഡിൽ കളിക്കുക എന്നുള്ളത് ലൈക്ക് ഐ എം നോട്ട് ഗോയിങ് ടു ആക്ച്വലി സ്പെക്കുലേറ്റ് ഓൺ ദാറ്റ്. ലൈക്ക് ഐ എം ഗോണ ലീവ് ഇറ്റ് ടു ദ കോച്ച്. കാരണം നമ്മൾ കുറെ സ്പെക്കുലേഷൻസ് ഇതിനെ കുറിച്ച് ഇതിന് മുമ്പ് നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി നോ ഹു ആർട്ടറ്റ ഈസ് ഗോയിങ് ടു ഗോ വിത്ത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. ബിക്കോസ് ഇറ്റ് കുഡ് ബി ലൈക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരാളായിരിക്കത്തില്ല. അപ്പൊ ഞാനും ആ ഒരു സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഐ എം നോട്ട് ഗോയിങ് ടു സ്പെക്കുലേറ്റ്. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ അബൌട്ട് ദ ഗെയിം സ്ട്രാറ്റജി ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് ഈ ഒരു സീസൺ നമ്മൾ നോർത്ത് ലണ്ടൻ ഡാർബി അല്ലെങ്കിൽ തന്നെ ഏത് ഡെർബി മാച്ച് ആണെങ്കിലും കൂടി നമ്മൾ ഒരു 3 പോയിന്റിന് വേണ്ടി തന്നെ ആയിരിക്കും. ആസ് ഇൻ ലൈക്ക് ഒരു ഒപ്പോണന്റ് കഴിഞ്ഞ ഒരു സീസൺ നമ്മൾ അവിടെ ജയിച്ച ഒരു മാച്ചാണ്. അപ്പൊ അതേപോലെ തന്നെ 3 പോയിന്റ് കുറഞ്ഞ ഒന്നും ഈ സീസൺ നമ്മൾ ആണിക്കുന്നില്ല. നമ്മളൊരു ചാമ്പ്യൻ ടീം ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി തന്നെയായിരിക്കും ഇപ്രാവശ്യം അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഒരു 3 പോയിന്റിന് വേണ്ടി സാധ്യമാവുന്ന എല്ലാം ചെയ്യും. അതേപോലെ തന്നെ ബ്രൈറ്റനെതിരായിട്ടുള്ള കളിയിൽ ആ ഒരു നഷ്ടപ്പെട്ട 2 പോയിന്റിന് വേണ്ടിയിട്ടുള്ള വിഷമം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്, പ്ലേയേഴ്സിന്റെ മനസ്സിൽ. അപ്പൊ അതിന്റെ ഒരു വാശി ഇപ്പൊ കഴിഞ്ഞ നമ്മൾ കണ്ടതാണ്. ഒരു ദുബായ് ടൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ടീമിന്റെ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ അതേപോലെ ഒരു എന്തെങ്കിലും മെന്റാലിറ്റി ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാവും. സോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ബ്രൈറ്റനെതിരെയുള്ള ഒരു ഇൻജസ്റ്റിസ് നേരത്തെ നടന്നത് നന്നായെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു സീസണിന്റെ ആദ്യം തന്നെ. കാരണം ഒരു പുഷ് പ്ലേയേഴ്സിൽ എന്തൊക്കെയാലും ഉണ്ടാവും. കാരണം ഒരു ഓവറോൾ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ഇപ്പൊ നമ്മൾ കുറെ പേര് പറയും, എനിമി അല്ലെ ഒപ്പോണന്റ് ഫാൻസ് പറയും ഈ നമ്മൾ തന്നെ ഓരോന്ന് ചിന്തിച്ചുണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മളിങ്ങനെ നമ്പേഴ്സ് അനലൈസ് ചെയ്താലും അല്ലെ കളി തന്നെ ഒന്ന് വാച്ച് ചെയ്താലും ഒരു നമുക്ക് കിട്ടുന്ന നമുക്കെതിരെ പോകുന്ന ഡിസിഷൻസ് കൂടുതലും അവർക്ക് അനുകൂലമായിട്ട് കിട്ടുന്ന ഡിസിഷൻസ് കൂടുതലുമാണ്. അപ്പോ പൊതുവെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കെതിരെ ആണെന്ന് തന്നെ. അതായത് കുറച്ച് ഞാൻ ടീംസിന്റെ പേരിനി പറഞ്ഞിനി അവരെ ഞാൻ ഇളക്കി വിടുന്നില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം ആ ടീമിനൊക്കെ കുറച്ചുകൂടി ഈസിയാണ് അല്ലെ, അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് പല കാര്യങ്ങളും. പക്ഷെ നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓരോ കളിയും ജയിച്ചു പോകുന്ന പോലെ ആ ഒരു പുഷ് എന്തൊക്കെയായാലും പ്രകടമായിരിക്കും എന്ന് എനിക്ക് യാതൊരു സംശയമില്ല. അതിൽ നോർത്ത് ലണ്ടൻ ഡെർബിയിൽ 3 പോയിന്റ് തന്നെ ആയിരിക്കും. അതിൽ അത്രേ ഉള്ളൂ. വേറെ അതിന് ഞാൻ കൂടുതൽ ടീമിന്റെ കോമ്പിനേഷനെ കുറിച്ചും ആരായിരിക്കും മിഡില് ഇപ്പം റൈസ് ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ പോകുന്നതിനെ കുറിച്ചും ഞാനിപ്പോ ആലോചിക്കുന്നില്ല ആക്ച്വലി. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് അത്ര കഷ്ടപ്പാടിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ലിവർപൂൾ ഫാൻസ് എനിക്ക് തോന്നുന്നു നമ്മളുമായിട്ട് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാൻ ബേസ്. അല്ലാതെ വേറൊരു ഫാൻ ബേസ് ഇപ്പൊ ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി അവർക്കൊന്നും നമ്മളായിട്ട് ഒരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദാറ്റ്സ് എ ടോപ്പിക് ഫോർ അനദർ ഡേ. ജീവൻ ബ്രോ, തോട്ട്സ് ഓൺ നോർത്ത് ലണ്ടൻ ഡെർബി? നമ്മളിപ്പോ ഏത് ഡെർബി എടുത്താലും എസ്പെഷ്യലി മാഞ്ചസ്റ്റർ ഡെർബി ഇല്ലെങ്കിൽ ന്യൂകാസിൽ നോർത്തേൺ ഡെർബി ആണെങ്കിലും നോർത്ത് ലണ്ടൻ ഡെർബി ഇസ് വെരി പേഴ്സണൽ ആക്ച്വലി. കാരണം അത് മോർ ലൈക്ക് ഇന്ത്യ പാകിസ്ഥാൻ ഒരു അറ്റ്മോസ്ഫിയർ പോലാണ് അത്. അവിടെ ഇപ്പം ആർസണൽ ഒരു 3 games തോറ്റിട്ട് വരുവാണെങ്കിൽ പോലും, സ്പേഴ്സ് ഒരു 4 games ജയിച്ചിട്ട് വരുവാണെങ്കിൽ പോലും, ഓൺ ദ ഗിവൻ ഡേ ആർസണൽ ക്യാൻ ബീറ്റ് സ്പേഴ്സ് ആൻഡ് സ്പേഴ്സ് ക്യാൻ ബീറ്റ് ആർസണൽ. എത്ര ഔട്ട് ഓഫ് ഫോം ആണെങ്കിലും ഡെർബി ഇസ് എ ഡേ വെൻ പീപ്പിൾ ആക്ച്വലി എന്താ പറയാ അവർ ആ ഇന്നർ സ്പിരിച്വൽ തിങ് പുറത്തു കൊണ്ടുവരുന്നത്. ബിക്കോസ് ഇറ്റ്സ് സോ ഇമോഷണൽ ആൻഡ് പേഴ്സണൽ. ഫാൻസ് ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര, എസ്പെഷ്യലി നമ്മുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ സ്പേഴ്സ് ആർസണൽ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഫൈറ്റ്, ഫിറോഷ്യസ് മൊമെന്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു ഡെർബിയാണ്. സോ ഇപ്പം ന്യൂകാസിലുമായിട്ട് സ്പേഴ്സ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്നത് ഇറ്റ്സ് നോർമൽ ഇൻ ദർ DNA ആക്ച്വലി. സോ അതുകൊണ്ട് എനിക്ക് ഐ സ്റ്റിൽ പുട്ട് ഇറ്റ് 50-50 ആക്ച്വലി. എനിക്ക് തോന്നുന്നില്ല ആരും ഡ്രോയ്ക്ക് വേണ്ടി ആ ഗെയിം കളിക്കും. കാരണം ഭയങ്കര പേഴ്സണൽ ഗെയിം ആയിരിക്കും അത്. എൻഡ് ഓഫ് ദ ഡേ the one team will have to win. അവർ അതിനുവേണ്ടി മാത്രമേ കളിക്കത്തുള്ളൂ. കഴിഞ്ഞ ആർസണൽ ടോട്ടനം ഗെയിം എമിറേറ്റ്സിൽ പോയി കണ്ട ഒരാളാണ് ഞാൻ. ബട്ട് ഇറ്റ് വാസ് 2-2 ഡ്രോ. ആ ഒരു ഇതായിരുന്നു.
ഒരു ഗോൾ സാക്കി അടിക്കുമ്പോൾ അപ്പുറത്തെ സെയിം ടൈം സൺ പോയി അടിക്കും. സോ ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയാ, ആ ഒരു ആരും നിർത്തുന്നില്ല. ദേ ഡോണ്ട് വാണ്ട് ടു സ്റ്റോപ്പ് ദ മൊമെന്റം ആക്ച്വലി, ദേ ജസ്റ്റ് വാണ്ട് ടു കീപ് ഗോ ഓൺ. സോ അങ്ങനെ ഒരു സാഹചര്യത്തില് I think Rice മിസ്സാകുന്നത് ഈസ് എ ബിഗ് മൈനസ് ഫോർ us ആക്ച്വലി. ഇപ്പോ irrespective of his position actually 6 or 8 it doesn't matter, but ആ ഒരു ക്വാളിറ്റി പ്ലെയർ ആ മിഡ്ഫീൽഡിൽ ഇല്ല എന്ന് പറയുമ്പോൾ it's a huge blow for us. Again അതിലേട്ടൻ പറഞ്ഞ പോലെ സ്പെക്കുലേഷൻ അല്ലെങ്കിൽ പോലും ഐ തിങ്ക് ദ ബെസ്റ്റ് ഫിറ്റ് വാട്ട് അർട്ടേറ്റ വിൽ ഗോ ടു ഇസ് ദാറ്റ് പരീക്ഷണങ്ങൾക്ക് പുള്ളി മുതിരില്ല. വിൽ ഗോ ഫോർ ജോർജിനോ, പാർട്ടി ആൻഡ് ഒഡെഗാർഡ് ഐ തിങ്ക് ആക്ച്വലി. So അങ്ങനെ നോക്കുമ്പോൾ they still have Bissouma in their midfield. He actually played well in the second game. So Ange Postecoglouവിന്റെ tactics നോക്കുമ്പോൾ they'll be playing high line. If they play high line against Arsenal forward, അവർ തീർന്നു, അവരൊരു 4 goals എങ്കിലും കൺസീഡ് ചെയ്യും. ബട്ട് അവര് മാറത്തുമില്ല, ആഞ്ച് മാറത്തുമില്ല, പുള്ളിയുടെ ടാക്ടിക്സിൽ പുള്ളി നിൽക്കുകയും ചെയ്യും. ബട്ട് ദർ ഫോർവേഡ് ലൈൻ ഈസ് എ ബിറ്റ് സ്ട്രോങ് എന്ന് പറയേണ്ടി വരും. കാരണം അവർക്ക് സൊലങ്കി വന്നു, കുൽസോവ്സ്കി ഉണ്ട്, സൺ ഉണ്ട്, ഹീസ് ആക്ച്വലി ഇൻ ഗുഡ് ഫോം. സോ അത് വെച്ച് നോക്കുമ്പോൾ, ആൻഡ് എസ്പെഷ്യലി അറ്റ് ദെയർ ഹോം ആണ്, ഐ ബിലീവ് ഇറ്റ്സ് ദെയർ ഹോം ആക്ച്വലി. സോ വൈറ്റ് ഹാർട്ട്, അതെ, അപ്പോ ടോട്ടനം ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റേഡിയംസ് ആക്ച്വലി. ഇപ്പം ഹ്യൂജ് നമ്പർ ഓഫ് ക്രൗഡ്സിനെ ഇരുത്താൻ പറ്റുന്ന ഒരു വെൽ ഓക്യുപ്പൈഡ് സ്റ്റേഡിയം അത്. സോ പ്രഷർ വിൽ ബി ഓൾവേസ് ഓൺ us ആക്ച്വലി. കഴിഞ്ഞ പ്രാവശ്യം ഷാക്ക് അത്ര ഇമോഷണൽ ആയ പോലെ, നമ്മുടെ പ്ലേയേഴ്സ് ഇമോഷണൽ ആയ പോലെ ദ ഗെയിം വിൽ ബി ഇമോഷണൽ. സോ ഒബ്വിയസ്ലി അങ്ങനെ വേണം, എന്നാലേ ഗെയിം കാണാൻ ഒരു ഇത് കാണത്തുള്ളൂ. there will be plenty of yellow cards, but again I still believe Arsenal can easily win that game. അതിനുള്ള സ്ട്രെങ്ത് ആർസണൽ ഉണ്ട്. വിത്ത് ദ ഫോം ഹവേർട്സ്, സാക്ക is in, it's easy actually, it's easy for them. അവരുടെ ഉഡോഗി ആണെങ്കിലും I don't think he can keep Saka for too long actually. And especially Brighton game പോലെ അവരുടെ Brighton's left back was all over the pitch actually. ആ റൈസിന്റെ കാർഡ് വരുന്നതും വരെ Saka was actually bossing him. ആ റെഡ് കാർഡ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ Saka would easily got a hat trick to be fair. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ if ഉഡോഗി pickups a yellow card very early in the game, Saka will be all over him again actually. So നമ്മൾ ബേസിക്സിലോട്ട് കമ്മിറ്റ് ചെയ്ത് just forward push ചെയ്താൽ we have a good back line, we got a good midfield, we got very good forward line. So Trossard or Nelly എന്ന് പറയുന്നത് it's another discussion, but still ആര് കളിച്ചാലും I think they have the pace and control to beat over Spurs actually. So 90 minutes വരെ ഗെയിം പോകുമെന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല, എക്സൈറ്റിംഗ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഫാൻസി ആർസണൽ വിൽ ഗെറ്റ് ദ 3 points. Okay, Udogi is the fit now? Fit ആയോ പുള്ളി? ഞാൻ മീൻസ് ഇൻജേർഡ് ആണ്. I think he's fit for like ഇനി വരുന്ന in 12 daysൽ ഫിറ്റ് ആകുമെന്നാണ് തോന്നുന്നത്. Still not playing for national team, but എനിക്ക് തോന്നുന്നു. Okay, maybe ഞാൻ വിചാരിച്ചു പുള്ളി ഇൻജേർഡ് ആണെന്ന്. Okay, കളിച്ചെന്ന് തോന്നുന്നു. ഇന്നലെ ഇറ്റലി ഫ്രാൻസിൽ ഉഡോഗി കളിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസൺ ആക്ച്വലി ഒരു സർപ്രൈസ് ആയിരുന്നു. സ്പേഴ്സിന്റെ ഒരു ടീം എന്ന് പറയുന്ന മൊത്തത്തിൽ അവരുടെ കളിയെല്ലാം സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആസ് എൻ ആർസണൽ ഫാൻ നമ്മളെല്ലാവരും ഒരു കൈൻഡ് ഓഫ് ഒരു ചെറിയ അറഗൻസ് ഉണ്ടായിരുന്നു ആ ഹോം മാച്ചിന് മുമ്പായിട്ട്. ലൈക്ക് വിൽ വിൻ ദിസ്, കാരണം അവർ ഹൈ ലൈനാണ് കളിക്കുന്നത്. സോ വി വിൽ നമ്മളൊരു 3-4 ഹോമിൽ ജയിക്കും എന്നുള്ള ഒരു അറഗൻസിലാണ് നമ്മൾ പോയത്. ബട്ട് നമുക്കത് അൺഫോർച്ചുനേറ്റ്ലി ഡ്രോ ആയി. മേ ബി ആ മാച്ച് ആയിരിക്കാം നമ്മൾ ടൈറ്റിൽ പോയത്, അങ്ങനെയും പറയാതിന്. എനിവേ, ഞാൻ ഇതിനകത്ത് ഒരു അതുൽ ബ്രോ പറഞ്ഞു ഒരു പ്രത്യേക ലൈനപ്പ് ഒന്നും പുള്ളി പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്കിതിനകത്തോട്ട് ഒരു ചെറിയൊരു എക്സ്പെക്ടേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ആൻഡ് ഐ തിങ്ക് 90% ആർട്ടറ്റ വിൽ ഗോ ഫോർ ദിസ് എന്ന് എനിക്ക് തോന്നുന്നത്. മിഡ്ഫീൽഡിൽ ഹാവേർട്സിനെ കൊണ്ടുവരാനായിരിക്കും പുള്ളി നോക്കുന്നത്, എസ്പെഷ്യലി വിത്ത് ദ സൈനിങ് ഓഫ് സ്റ്റെർലിംഗ്. എനിക്ക് തോന്നുന്നു സ്റ്റെർലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, കാരണം എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആയതുകൊണ്ട് പുള്ളി സ്റ്റാർട്ട് ചെയ്യായിരിക്കും. ഹ്യൂജ് പ്രഷറാണ് നോർത്ത് ലണ്ടൻ ഡർബി ആയതുകൊണ്ട്. പക്ഷെ ഹാവേർട്സിനെ മിഡ്ഫീൽഡിൽ വരാനായിരിക്കും കൂടുതൽ ചാൻസ് എന്ന് ഞാൻ കാണുന്നത്. ഹാവേർട്സ്, പാർട്ടെ, ഓഡെഗാർഡ് മിഡ്ഫീൽഡിലായിരിക്കും കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. I think so. സഞ്ജയ് സോറി ടു ഇന്ററപ്റ്റ്. അങ്ങനെ ഹവേർട്സിനെ ഇപ്പം നല്ലൊരു ഫോമിൽ നിൽക്കുന്ന ഹവേർട്സിനെ വലിച്ച് മിഡിലോട്ട് ഇടുന്ന് തോന്നാൻ നിനക്ക് എന്താ തോന്നുന്നു? അരുൺ എന്താ തോന്നിയ കാര്യം? കാരണം പുള്ളി, ഞാൻ പറഞ്ഞില്ലേ, ഈ ഹാവേർട്സിനെ ഇങ്ങനെ സെറ്റ് ആക്കി മിഡ്ഫീൽഡിലും ഒരു ഹൈബ്രിഡ് റോളിലാണല്ലോ പുള്ളിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് സ്ട്രൈക്കർ 8 സെക്കൻഡ് കഴിഞ്ഞ സീസൺ തൊട്ടേ പുള്ളി ഇങ്ങനെ ഹാവേർട്സിനെ ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടിരുന്നത്. സ്ട്രൈക്കർ കളിക്കും, സെക്കൻഡ് സ്ട്രൈക്കർ കളിപ്പിക്കും, ചിലപ്പോൾ കംപ്ലീറ്റ് 8 ആയിട്ട് തന്നെ കളിപ്പിക്കും. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് ഹാവേർട്സിനെ കൊണ്ടുവന്നൂടാ? കാരണം പുള്ളി അത്യാവശ്യം നല്ലോണം ഡ്യുവൽസ് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഹാവേർട്സ്. എയർ ബോൾസ് എല്ലാം നല്ല ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്.
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈ നോട്ട് ട്രൈ ഹാവേർട്സ് അറ്റ് ദി 8 അല്ലെ? കാരണം നമുക്കിപ്പോ സ്റ്റേർലിംഗ് ഉണ്ട് ആൻഡ് നമുക്ക് വിങ്ങില് സാക്കി ഉണ്ട്. സ്ട്രൈക്കർ ആയിരുന്നു ഇപ്പൊ നമുക്ക് ഹെസൂസ് ഇല്ല ആക്ച്വലി. ഹെസൂസ് ഇല്ല. ട്രൊസാഡ് കളിക്കേണ്ടി വരും. ട്രൊസാഡ് ആൻഡ് സഞ്ജയ് ബ്രോ പറയുന്നതിന് മുന്നേ ലൈക്ക് വൺ തിങ്, നമ്മള് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത കാര്യം പറഞ്ഞ ലാസ്റ്റ് സീസൺ നമ്മള് ഹവേർട്സ് മിഡ്ഫീൽഡ് കളിച്ച ഗെയിംസിലാണ് ഡിസംബറിൽ ഫുൾഹാം വില്ല ഗെയിംസ് നമ്മൾ തോക്കുകയും ഡ്രോ ചെയ്യുകയും ചെയ്തത് ആക്ച്വലി. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന അവിടെയൊക്കെ നമ്മുടെ ഫിനിഷേഴ്സ് ചാൻസസ് ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റൂലല്ലോ. ചാൻസ് ഒരിക്കലും ഇല്ല. ബട്ട് അപ്പം നമുക്ക് ഹെസൂസ് ഉണ്ടായിരുന്നു പറയാം. ബട്ട് ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ട്രൊസാഡിനെ ആ ഒരു പൊസിഷനിൽ ഔട്ട് ഓഫ് പെട്ടെന്ന് സ്ട്രൈക്കർ ആക്കിയ ഇറ്റ്സ് ലൈക്ക് മേ ബി 50-50 അവൻ ചെയ്യുമായിരിക്കും ചെയ്യാതിരിക്കുമായിരിക്കും. അഗൈൻ നമുക്ക് അറിയില്ല, അറിയില്ല. ഐ എക്സ്പെക്ട് ഹാവേർട്സ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അടുത്ത ഹാവേർട്സിനെയും കളിപ്പിച്ചിട്ടുണ്ട്, ട്രൊസാഡിനെ 8 കളിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോ ആസ് എ സ്ക്വാഡ് ഇങ്ങനെ കൺഫ്യൂസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫോർ സം റീസൺ ഹാവേർട്സ് ആയിരിക്കുന്നത്. പക്ഷെ അതെ കാരണം അവരൊന്നും 8 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് ഡിഫറെന്റ് അല്ലേ. അത് ചിലർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇറ്റ്സ് എ വെരി ടഫ് പൊസിഷൻ. അവിടെ നമ്മൾ തിരിച്ച് ഡിഫെൻഡിനും പോകണം, അറ്റാക്കിനും ഒരേ സമയം പോകണം. സോ ഡിഫിക്കൽട്ട്. ഞാൻ സഞ്ജയ് ബ്രോയിലോട്ട് വരുവായിരുന്നു. അപ്പം ബ്രോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ആരായിരിക്കും മിഡ്ഫീൽഡിൽ വരാൻ ചാൻസ്? നേരത്തെ എല്ലാവരും പറഞ്ഞു ഇപ്പൊ നെക്സ്റ്റ് മാച്ച് നോർത്ത് ലണ്ടൻ ഡാർബിയാണ്. സോ ഏത് മാച്ച് തോറ്റാലും ഈ മാച്ച് തോക്കരുത് എന്നൊരു മൈൻഡ് സെറ്റ് ആണ് ഈ ലോകത്തുള്ള എല്ലാ ആർസണൽ ഫാൻസിലും ഉള്ളത്. അതാണ് ആദ്യം തോറ്റാലും നോട്ട് അഗെയിൻസ്റ്റ് ടോട്ടനം. അത് ഒരു കാർഡിനൽ സിൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ എനിക്കിപ്പോ അരുൺ ബ്രോ പറഞ്ഞ പോലെ തന്നെ സോ എനിക്ക് തോന്നുന്നത്, സോ ഇറ്റ് ഓൾസോ മൈ ഒപ്പീനിയൻ, എനിക്ക് തോന്നുന്നത് ഒരു നേരത്തെ ലാസ്റ്റ് 3 ഗെയിംസ് കളിച്ച പോലെയുള്ള ഒരു ഫോർമേഷൻ ആയിരിക്കുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ജാക്ക റോളിൽ ഐ ഗെസ് ആർട്ടേറ്റ ഓൾവേസ് പ്രിഫേഴ്സ് എ ഡോമിനന്റ് ഓർ എ ഫിസിക്കൽ ടൈപ്പ് ഓഫ് എ പ്ലെയർ. അന്ന് ജാക്ക ആയിരുന്നു. പിന്നെ ഹാവേർട്സ് എക്സ്പെരിമെന്റ് ട്രൈ ചെയ്തു, അത് ഫെയിൽ ആയിപ്പോയി. പിന്നെ റൈസ് ആണ് ആ പൊസിഷൻ കളിക്കാൻ തുടങ്ങിയത്. നൗ വി ഹാവ് എൻ ഓപ്ഷൻ ഇൻ മെറീനോ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോട്ട് ഗോയിങ് ടു ബി അവൈലബിൾ ഫോർ ദ നെക്സ്റ്റ് 2 months. സോ ഇപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൻഡ് സിൻസ് റൈസ് ഓൾസോ നോട്ട് അവൈലബിൾ, എനിക്ക് തോന്നുന്നത് there's a chance that I am seeing Trossard Havertz false nine partnership in that game. കാരണം അത് എന്തുകൊണ്ടാണ് ഞാനും പറയാം. കാരണം ലാസ്റ്റ് ടൈം ഇതുപോലത്തെ ഒരു പാർട്ണർഷിപ്പ് എനിക്ക് തോന്നുന്നത് വെസ്റ്റ് ഹാം മാച്ചിന്റെ അഗെയിൻസ്റ്റ് ആണ് നടന്നത് അറ്റ് ദ ലണ്ടൻ സ്റ്റേഡിയം. ആർസണൽ വന്ന മാച്ച് 6-0 ആണ്. സോ ഐ ഗെസ് എനിക്ക് തോന്നുന്നു ഹാവേർട്സും ട്രോസാർഡ് രണ്ടുപേരും ആ മാച്ചിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ലൈനപ്പ് ആയിരിക്കും. ബട്ട് നോട്ട് എക്സാക്ട്ലി ഹാവേർട്സ് ഒരു നമ്പർ 8 ആയിട്ട് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഹി മൈറ്റ് പ്ലേ ആസ് എ ഫാൾസ് 9 വിത്ത് ട്രോസാർഡ് ആൻഡ് ദെൻ നെല്ലി വിൽ പ്ലേ ഇൻ ദ ലെഫ്റ്റ് സൈഡ്. എനിക്ക് തോന്നുന്നു റിയലിസ്റ്റിക്കലി ഈ ഒരു ലൈനപ്പ് ആയിരിക്കും പോസിബിൾ. കാരണം ജോർജിനിയോ പാർട്ടെ ഒരു മിഡ്ഫീൽഡ് ഇസ് ഗോയിങ് ടു ബി വെരി സ്ലോ. അതാണ് നമുക്ക് അത്രയും ഒരു ഫോർവേഡ് മൂവ്മെന്റ് പ്രോഗ്രസീവ് പാസ് വരുമോ എന്ന് നല്ല ഡൗട്ട് ഉണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ആർട്ടേറ്റ is going to play on a defensive. He is going to play the match to win the match and defeats them fair and square. സോ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിലുള്ള ഒരു ഫോർമേഷൻ ആയിരിക്കും മിക്കവാറും ആർട്ടേറ്റ ചൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ബട്ട് വിൽ ഓൺലി ഗെറ്റ് നോ നെക്സ്റ്റ് സൺഡേ എങ്ങനെയാണെന്ന് ലൈനപ്പ് വരാൻ പോകുന്നത്. ബട്ട് ഈസിലി Arsenal is going to play the game to win, not to lose for sure. ഡെഫിനറ്റ്ലി. കാരണം ഇപ്പൊ നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല ആരൊക്കെയാ ഏതൊക്കെ പൊസിഷനിൽ കളിക്കുന്നത്. ഇപ്പൊ സ്റ്റേർലിങ്ങിനെ ഫസ്റ്റ് ഓഫ് ഓൾ മാച്ച് ഇറക്കുമെന്നുള്ള എനിക്ക് ഉറപ്പില്ല. കാരണം ആർട്ടേറ്റയുടെ ഒരു പോളിസി വെച്ചിട്ട് പുള്ളി അങ്ങനെ പെട്ടെന്നൊന്നും ആരെയും ഫസ്റ്റ് മാച്ചായിട്ട് അങ്ങനെ ഇറക്കൂല. പയ്യെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്കറിയില്ല, നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. അതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമായിരിക്കാം. ഏതാ ക്ലോസിംഗ് മിനിറ്റ്സിൽ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് അപ്പിയറൻസ് എക്സ്പെക്ട് ചെയ്യാമായിരിക്കും. ചിലപ്പോൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊക്കെ ചിലപ്പം അത് ചാൻസസ് ആർ ഹൈ. പിന്നെ മിഡ്ഫീൽഡ് ആ ഒരു പൊസിഷൻ കംപ്ലീറ്റ്ലി നമ്മുടെ ടീമിനെ മൊത്തത്തിൽ ഒരു ചെറിയൊരു ബാലൻസ് പോയതുപോലെ എനിക്ക് തോന്നി. ഇപ്പൊ ആ ഒരു പൊസിഷനിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെ അറ്റാക്ക് പോവും, അല്ലെങ്കിൽ ഇപ്പോ സാക്കി ഒരു ഹൈ ബോൾ കൊടുത്ത് അവിടെ ഹാവേർട്സ് ഇല്ലെങ്കിൽ എങ്ങനെ ആര് ഹെഡ് ചെയ്യും, ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. യെസ്. പിന്നെ നമുക്ക് ഇപ്പം നോർത്ത് ലണ്ടൻ ഡാർബി കഴിഞ്ഞ അടുത്ത ഒരു സെറ്റ് ഓഫ് മാച്ചസ് വരുന്നുണ്ട്. ഒരു വലിയ ലോങ് ലിസ്റ്റ് ഓഫ് മാച്ചാണ് വരുന്നത്. അതും നല്ല ടഫ് സാധനങ്ങളാണ് വരുന്നത് എല്ലാം. അപ്പൊ അത് കഴിഞ്ഞ് സിറ്റി അവേ തന്നെയല്ലേ, സിറ്റി അവേ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനിടയിൽ ഒരു അറ്റ്ലാന്റ ചാമ്പ്യൻസ് ലീഗ് മാച്ചും ഉണ്ട്. ഈ 3 മാച്ചസിലും നമ്മള്
അത് കഴിഞ്ഞ PSG. അപ്പം ഇത്രയും ടഫ് ആയിട്ടുള്ളൊരു സ്ട്രീക്ക് വരുമ്പം എന്താ എനിക്ക് എവിടെ എങ്ങനെ എന്താണെന്ന് നമുക്ക് ആകെ ഒരു പാനിക് ബട്ടൺ അടിച്ച ഒരു സിറ്റുവേഷനാണ്. ദിവപ്രോ എന്താ തോന്നുന്ന ഇപ്പം പാനിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർനാഷണൽ ബ്രേക്കിന് എല്ലാവരും ബാക്ക് ടു ഫിറ്റ്നസ്. ലൈക്ക് എല്ലാവരും ഇപ്പൊ ഈ കാൽഫ്ലിയോറെ ആണെങ്കിലും ഹേർഡ് ദാറ്റ് ഹി ഈസ് ഗോണ ബി ഫിറ്റ് ഫോർ ദ നെക്സ്റ്റ് ഗെയിം എന്നാണ്, ഹി ക്യാൻ സ്റ്റാർട്ട് എന്നാണ് ഇപ്പൊ കണ്ട ട്വിറ്റർ ന്യൂസ്. ലൈക്ക് ഹി ഈസ് റെഡി ടു പ്ലേ ഫോർ ദ നെക്സ്റ്റ് ഗെയിം എന്നൊക്കെ കാണുന്നുണ്ട്. ഓഡേഗാർഡിന് ചെറിയൊരു നോക്ക് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സോ ദേ ഷുഡ് ബി ഫിറ്റ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പിന്നെ നേരത്തെ ഞാൻ ഇപ്പൊ ജോർജിനിയോ ഉണ്ടാവാൻ ചാൻസ്, ദാറ്റ് ഇസ് എ സ്പെക്കുലേഷൻ ഫ്രം മൈ എൻഡ്. അതിപ്പം ഇല്ലെങ്കിലും ലെറ്റ്സ് സേ ഇപ്പൊ സഞ്ജയ് ബ്രോ പറഞ്ഞ പോലെ ഗെയിം സ്ലോ ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സോ ലൈക്ക് പറഞ്ഞ പോലെ ഇപ്പൊ ഹാവേർട്സിനെ മിഡ്ഫീൽഡിൽ ആക്കിയാലും ഗെയിം ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ വി ആർ സ്ട്രോങ് വിത്ത് ദ ബാക്ക് ലൈൻ റൈറ്റ് നൗ. വിത്ത് ടിംബർ പ്ലേയിങ് അറ്റ് ദ ലെഫ്റ്റ് ബാക്ക് ആൻഡ് നോട്ട് സിൻചെങ്കോ, നമുക്ക് ബാക്ക് ലൈൻ ഒന്നും കൂടെ സ്ട്രോങ് ആയി. പണ്ട് സിൻചെങ്കോ കളിച്ചോണ്ടിരുന്നപ്പം ബാക്ക് ലൈൻ ലെഫ്റ്റ് ബാക്ക് ഇത്തിരി വീക്ക് ആയിട്ട് നമുക്ക് തോന്നാറുണ്ടായി. കാരണം ഡിഫെൻസീവ്ലി വാസ് നോട്ട് ദാറ്റ് strong. Offensively strong ആണ്, defensively ഇത്തിരി weak ആണ്. But with Timber and his physicality, offensive and defensive is much stronger. So ജോർജീനിയോ പാർട്ടി കളിക്കുന്നതിനെക്കാട്ടും ഭേദം ലെറ്റ്സ് സേ പറഞ്ഞ പോലെ ഫോൾസ് നൈൻ വിത്ത് ട്രൊസാർഡ് ആൻഡ് ഹാവേർട്സ് ആ പൊസിഷനിലും നെല്ലിനെ ഇറക്കിയാലും വി ഹാവ് എ മോർ അറ്റാക്കിംഗ് സ്ട്രെങ്ത് വിത്ത് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ടി ഇൻ അവർ മറ്റേ ഡിഫെൻസീവ് ലൈൻ. സോ അങ്ങനെ ആകുമ്പം പിന്നെ ഈ റൊട്ടേഷൻ ഓഫ് ദ പ്ലേയേഴ്സ് ലൈക്ക് എൻവന്നേരിക്കൊക്കെ ചാൻസ് അറ്റ്ലാന്റ ഗെയിമിൽ കിട്ടുമോ ഐ എം നോട്ട് ഷുവർ. ഫറ്റീഗ് വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ആർ ഗെയിം ഇസ് ഓൺ തേഴ്സ്ഡേ. നമ്മുടെ സൺഡേ നോർത്ത് ലണ്ടൻ ഡാബി കഴിഞ്ഞ് തേഴ്സ്ഡേ ആണ് നമ്മുടെ അറ്റ്ലാന്റ ഗെയിം. സൺഡേ പിന്നെയും മാഞ്ചസ്റ്റർ സിറ്റി, ദാറ്റ് ഈസ് ഓൾസോ ട്രാവൽ. നമ്മുടെ അവേ ഗെയിം ആണത് അഗൈൻ PSG വിച്ച് ഇസ് ഹോം. സോ ഒരു സ്ട്രെസ്ഫുൾ ഇപ്പൊ ലെറ്റ്സ് സേ സിറ്റിയുടെ കമ്പയർഡ് ടു സിറ്റി നോക്കിക്കഴിഞ്ഞാൽ സിറ്റി ഹാസ് എ ഗെയിം ഓൺ സാറ്റർഡേ, പിന്നെ ട്യൂസ്ഡേ ദേ ഹാവ് എ ടൈം ടു റെസ്റ്റ് ഫോർ അവർ ഗെയിം മോർ ദാൻ അസ്. നമുക്ക് അവർക്ക് ട്രാവലും ഇല്ല. സോ അതുകൊണ്ട് സിറ്റുവേഷൻ. പിന്നെ ഓവറോൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അവർ അവേ ഗെയിംസ് ലൈക്ക് ഈ ടൈറ്റ് ഗെയിംസ് ഇപ്പൊ നോർത്ത് ലണ്ടൻ്റെ ആദ്യമാണെങ്കിലും സിറ്റി അവേ ഗെയിമാണല്ലോ. കഴിഞ്ഞ 2 സീസണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീസൺ എൻഡിലോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് സിറ്റി ആയിട്ടുള്ള അവേ ഗെയിംസ് ഒക്കെ വന്നത്. പ്രഷർ വാസ് മോർ. അവേ ഗെയിംസ് നമുക്ക് കൂടുതൽ അപ്പോഴായിരുന്നു വന്നുകൊണ്ടിരുന്നത്. സോ പെർഫോമിങ് അവിടെ ഇതിപ്പം സ്റ്റാർട്ട് ഓഫ് ദ സീസൺ ആയതുകൊണ്ട് മറ്റേ ലാസ്റ്റ് 10 ഗെയിംസിന്റെ പ്രഷർ പോലെ ഒന്നും ഇനീഷ്യലി ഉണ്ടാവില്ല. വി ആർ ഗെറ്റിംഗ് ഓവർ വിത്ത് മോസ്റ്റ് ഓഫ് ദ അവേ ഗെയിംസ് ഇൻ ദ ഇനീഷ്യൽ ഫേസസ്. സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഹോം ഗെയിംസ് ആണ്. വിൽ ഹാവ് മോർ കൺട്രോൾ വിത്ത് ദ ഫാൻസ്, പ്ലേയേഴ്സ്, എവറിത്തിങ്. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. ഇനീഷ്യലി ആ ഇനീഷ്യൽ പുഷും കൊടുക്കാം. ചാമ്പ്യൻസ് ലീഗിന്റെ ഫ്ലഷിംഗ് ഗെയിംസും മറ്റേ എഫ് എ കപ്പും കറബാവ് കപ്പും അങ്ങനത്തെ ഫ്ലഡിങ് ഗെയിംസ് വരുന്നതിന് മുന്നേ തന്നെ ഈ അവേ ഗെയിംസ് നമുക്ക് തീരുന്നുണ്ട്, വിച്ച് ഇസ് കൈൻഡ് ഓഫ് എൻ അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ യാ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ റിവേഴ്സ് ഓർഡർ ഇപ്പോൾ സഞ്ജയ് ബ്രോ തോട്ട്സ് ഓൺ ദ റൺ ഇൻ ഫോർ ദ ചാമ്പ്യൻസ് ലീഗ്. സോ ഇപ്പൊ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് 3 മാച്ചസ് ആർ അവേ ഗെയിംസ്. ഒരെണ്ണം ടോട്ടനം, പിന്നെ അറ്റ്ലാന്റ, പിന്നെ സിറ്റി. സോ അത് in a way it's actually good for Arsenal. കാരണം if you want to be a championship team, we need to face these kind of opponents. So അതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടി we should not consider that as a pressure. So already ഇപ്പോൾ ലാസ്റ്റ് 2 സീസണായിട്ടും we are handling pressure like anything. അതാണ്. സോ hopefully ഈ ഒരു 3rd season should be the culmination of that. സോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോ ഈ ഒരു സീസൺ എനിക്ക് വളരെ നല്ലൊരു പ്രതീക്ഷയാണ് ശരിക്കും ടീമിനുള്ളത്. കാരണം ലാസ്റ്റ് സീസൺ ഉള്ളി 2 പോയിന്റ്സിൽ നിന്നാണ് നമ്മൾ ടൈറ്റിൽ ലൂസ് ചെയ്തത്. ആൻഡ് വി സ്കോർഡ് അറൌണ്ട് 91 goals and we had a similar goal difference with City. So we have the same team and we have improved the floor of the squad. So I am not expecting any difficulties that the team is going to face. Okay, we have some concerns in terms of the squad numbers in the short term. എനിക്ക് തോന്നുന്നത് വിൽ ബി ഏബിൾ ടു സസ്റ്റെയിൻ ഇറ്റ് ത്രൂ. അതാണ് നേരത്തെ പോലെയുള്ളൊരു ഒരു സോഫ്റ്റ് ആർസണൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി ഹാവ് എ വെരി ബീഫ്ഡ് അപ്പ് സ്ക്വാഡ്. ഐ ഗെസ് ദ മോസ്റ്റ് എനിക്കൊന്ന് ആവറേജ് ഹൈറ്റ് നോക്കുവാണെങ്കിൽ വി ആർ ദ ടോളസ്റ്റ് ടീം ഇൻ ദ പ്രീമിയർ ലീഗ്. അതാണ്. സോ ആ ഒരു സ്റ്റീൽ ആർട്ടേറ്റയ്ക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു അപ്രീഷിയേറ്റ് ഹിം ലൈക്ക് എനിത്തിങ്. സോ ഐ എം നോട്ട് that concerned. So like Deepak bro said, so if we are able to sustain the pressure in the early parts of the season,
we can easily fly through in the remaining parts. So ഇപ്പോൾ ഞാൻ ഇത് ശരിക്കും ഈ ഒരു നെക്സ്റ്റ് 3 മാച്ച് ശരിക്കും നല്ലൊരു പ്രതീക്ഷയോടെയാണ് കാണുന്നത്. And I believe I don't see any chance of us losing any of these 3 games. We might win 2 games. At least we'll win 2 out of 3 next away games. So let's hope for the best. അതാണ്. എനിക്ക് ഇതിനകത്ത് കുറച്ച് സ്ക്വാഡിന്റെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞപ്പോൾ സ്ക്വാഡ് കുറച്ച് തിന്നായതുപോലെ തോന്നി. നമ്മുടെ ഇപ്പം ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു, നമ്മുടെയാണ് പ്രീമിയർ ലീഗിലെ ഏറ്റവും തിന്നസ്റ്റ് സ്ക്വാഡ്, ലൈക്ക് 22 man സ്ക്വാഡാണ് നമുക്കിപ്പോൾ കറന്റ്ലി ഉള്ളത്. 22 man സ്ക്വാഡ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ഹെവി എല്ലാ ഓൾ ഫ്രണ്ടിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റൂല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ലൈക്ക് എനിക്ക് വലിയ എനിക്ക് ഈ സീസണിലെ എൻ്റെ എക്സ്പെക്ടേഷൻ വാസ് ഡെഫിനറ്റ്ലി പ്രീമിയർ ലീഗ് ഓർ അറ്റ്ലീസ്റ്റ് ചാമ്പ്യൻസ് ലീഗ്. നമ്മൾ പറയുമ്പോഴും ലൈക്ക് മേജർ ടൈറ്റിൽസ് എന്തെങ്കിലും അടിക്കണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു ഈ സീസൺ. കാരണം നമുക്ക് എപ്പോഴെങ്കിലും അടിക്കണമല്ലോ, കാരണം വി കെയിം സോ ക്ലോസ് ട്വൈസ്. അപ്പൊ ഈ സീസൺ എന്തായാലും അടിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. പക്ഷെ അപ്പോഴാണ് ഈ ഒരു സ്ക്വാഡിന്റെ ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തത്. അത് ഇനീഷ്യലി തന്നെ ഓൾറെഡി ഒരു ഇഷ്യൂ മെറീനോടെ ഇതിൽ വരികയും ചെയ്തപ്പോൾ ഞാൻ കുറച്ചുകൂടെ നമ്മളൊന്ന് ഇങ്ങനെ ബ്രത്ത് ഒന്ന് എടുത്തിട്ട് ഓക്കേ എന്നുള്ള സിറ്റുവേഷൻ ആയി. ജീവൻ ബ്രോ എന്താ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? നമുക്കിപ്പോ അതിന് ടെൻഷൻ അടിക്കേണ്ട പാനിക് കൗണ്ടർ സിറ്റുവേഷൻ ഉണ്ടോ ഇപ്പോഴേ, അതോ നമുക്ക് ടൈം ഉണ്ടോന്നോ, എന്താണ് തോന്നുന്നത്? സോ നമുക്ക് പാനിക് ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ടി വരില്ല. ബട്ട് ഒബ്വിയസ്ലി ഭയങ്കര തിന്നാണ് സ്ക്വാഡ്, എസ്പെഷ്യലി ഈ ഒരു റൺ ഓഫ് ഗെയിംസിൽ. നമ്മളിപ്പോ ഔട്ട് ഗോയിങ്സ് നോക്കിയ ESR, നെൽസൺ, വിയേറ, ഈ ഒരു 3 പ്ലെയേഴ്സിനെ നമ്മൾ എഡി എൻകെത്തിയനെയും കൂട്ടാം. ഇവരെ നമ്മൾ ശരിക്കും റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾക്ക് ആദ്യം ഇൻകമിങ്സ് വന്നിട്ടുള്ള മെറീനിയോ ആൻഡ് സ്റ്റേർലിംഗ് ആണ് ഒഫെൻസീവ്ലി. കാലഫിയറി ഉണ്ടെന്ന് പറഞ്ഞാലും ഒഫെൻസീവ്ലി അതാണ് നമ്മുടെ ഇൻകമിങ്സ് ആക്ച്വലി. സോ വിയേറ ആൻഡ് എഡി ആക്ച്വലി പ്ലേഡ് ഒരു 70 minutes കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് മിക്ക ഗെയിംസിലും വന്ന് ആ ടൈം ഹെസൂസ് ആണെങ്കിലും ഹവേർട്സിന്റെ ആണെങ്കിലും അത് കവർ ചെയ്തിട്ടുണ്ട്. ഹി ഈവൻ സ്കോർഡ് എ ഹാട്രിക് ആക്ച്വലി ഒരു പ്രീമിയർ ലീഗ് ഗെയിംസിൽ. സോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എസ്പെഷ്യലി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇപ്പം ഈ 3 ഗെയിംസ് പറഞ്ഞു, സ്പേഴ്സ് അവേ, സിറ്റി അവേ, അറ്റ്ലാന്റ അവേ, സ്പേഴ്സ് അവേ, അറ്റ്ലാന്റ അവേ, സിറ്റി അവേ. അത് കഴിഞ്ഞിട്ട് ഇൻ 3 days വരുന്ന ഗെയിം കരബാവ് കപ്പ് അഗൈൻസ്റ്റ് ബോൾട്ടൺ ആണ് ആക്ച്വലി. So that's the game where Eddie will start, ESR will start, Nelson would have started, probably some of the kids would have started. So നമുക്ക് ആ 3 പേരില്ല സ്റ്റാർട്ട് ചെയ്യാൻ. So we'll have to start some of the people who are sitting on the bench actually. അപ്പൊ ആ ഗെയിമില് ഒരാൾക്ക് ഇഞ്ചുറി പറ്റിയ who's gonna come and provide the bench support for other players. ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ നെക്സ്റ്റ് ഗെയിമില് കീപ്പറായിട്ടില്ലേ, ലാസ്റ്റ് ഗെയിമിൽ കീപ്പറായിട്ട് നെറ്റോ ഇല്ലായിരുന്നു. ഓക്കെ, നമ്മുടെ റായ് ഒന്ന് ഇഞ്ചുർഡ് ആയ who do we have actually? നമ്മൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് വിത്ത് ലെനോ ഹാവിങ് ആൻ ഇഞ്ചുറി ആൻഡ് ഹാവിങ് നോ ബാക്കപ്പ് കീപ്പർ. നമുക്ക് ബെഞ്ചിൽ സ്ട്രെങ്ത് ഇല്ല എന്ന് കാണുമ്പോൾ ദ ഓപ്പോസിഷൻ ടീം നോസ് ദാറ്റ് as well. അവരൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു പേർപ്പസ്ഫുൾ ഒരു ഇഞ്ചുറി ഉണ്ടാക്കിയ വി ആർ ഡൺ ഫോർ ദ സീസൺ, അറ്റ്ലീസ്റ്റ് ഫോർ ദ വിന്റർ വിൻഡോ. അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. സോ ഇപ്പം പല റിപ്പോർട്ട്സ് കാണുന്നുണ്ട് അത്ലറ്റിക്കിന്റെ ആണെങ്കിൽ പോലും വി ആർ വെരി ഫ്ലെക്സിബിൾ ഓൺ PSR ടു ഗോ ആൻഡ് സ്പെൻഡ് ഓൺ വിന്റർ വിൻഡോ. So ഞാൻ hugely focused ആണ് whatever happens in next 3 months. Okay, we win some games, we draw some games, hope we not lose some games actually. അതെല്ലാം കഴിഞ്ഞിട്ട് വിന്ററിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 players, we need 2 players. It's a tough thing because വിന്ററിൽ ആരും അങ്ങനെ മൂവ് ചെയ്യണമെന്നില്ല. It's very very less opportunities actually, unless നമ്മൾ ഏതെങ്കിലും റിലീസ് ക്ലോസ് പോയി ട്രിഗർ ചെയ്യാതെ ആരും വരുമെന്നൊന്നും തോന്നുന്നില്ല എനിക്ക്. So it's so hard to negotiate on winter window, but we have to go and do it. ആ ഒരു പ്രഷർ എഡ്ഡുവിന് എങ്ങനെയാണല്ലോ ഉണ്ട്, because he had like 3 months to plan everything. We didn't get our primary target at first, which was Sesko, which is fine. അത് പോയി. നീക്കോ വില്യംസിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ 2 മാസമെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് സ്റ്റേർലിംഗ് വാസ് എ പാനിക് ബൈ. ഒബ്വിയസ്ലി അത് പറയണം, ബട്ട് സ്റ്റേർലിംഗ് ഈസ് ആക്ച്വലി ഗുഡ്. നമ്മുടെ ഒരു ഇത് നോക്കുമ്പോൾ നമ്മൾ വേജസ് കൊടുക്കുന്നില്ല. ബ്രോ പറയുന്നത് ഇച്ചിരി മ്യൂട്ട് ഇതായി പോയി. ഓക്കെ, സോ ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ലായിരുന്നു. ലാസ്റ്റ് അപ്പം നമ്മളിപ്പോ വിന്റർ വിൻഡോയിൽ പോയി ഒരു 2 ഫോർവേഡ്സിനെ മേടിച്ചെന്ന് വിചാരിക്കുക. വി ക്യാൻ പ്ലേ ദം ആസ് എ ബാക്കപ്പ് അറ്റ്ലീസ്റ്റ്. നമുക്ക് ബെഞ്ചിൽ നിന്ന് പോലും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ട്രൊസാർഡ് കഴിഞ്ഞതിന് മുമ്പത്തെ വിന്റർ വിൻഡോയിലാണ് വന്നത്. ഹി പ്ലേഡ് ക്രൂഷ്യൽ റോൾ ആക്ച്വലി. അപ്പൊ അതുപോലെ ഒരു 2 പ്ലേയേഴ്സ്, അധികം ഒന്നും വേണ്ട, 2 പ്ലേയേഴ്സിനെ നമ്മൾ ജനുവരിയിൽ മേടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര ടഫ് ആയിരിക്കും.
ആൻഡ് ഓൾസോ ടു ദ മാൻ സിറ്റി ഗെയിം. ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. മാൻ സിറ്റി ഗെയിം ലാസ്റ്റ് സീസൺ നമ്മൾ ടോപ്പ് 5 എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ തോറ്റിട്ടുള്ളത് ലിവർപൂളായിട്ട് മാത്രമാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരുമായിട്ട് നമ്മൾ തോറ്റിട്ടില്ല. അത് ലിവർപൂളായിട്ട് തോറ്റില്ലെന്ന് തോന്നുന്നു. നമ്മള് I think we lost against Fulham and then to Aston Villa. ആസ്റ്റൺ വില്ല ഗെയിംസ് ആക്ച്വലി തോറ്റിട്ടില്ല. ആൻഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എത്തിഹാഡിൽ പോയി ഒരു പോയിന്റും കൊണ്ടാണ് വന്നത്. ഇറ്റ്സ് എ ബിഗ് തിങ് ആക്ച്വലി. എല്ലാരും പറയും ദാറ്റ് വേർ വി ലോസ്റ്റ് ദ ടൈറ്റിൽ. നോ, വി ലോസ്റ്റ് ദ ടൈറ്റിൽ അറ്റ് വില്ല ആക്ച്വലി. ഞാൻ പറയും രണ്ട് ഹോം ആൻഡ് അവേ നമ്മൾ പോയി അത് സിൻജോങ്ങിനെ കളിപ്പിച്ച് നശിപ്പിച്ചു. We can't play in inverted. I would say we lost the title in Fulham. December game. Did we not lose against West Ham as well? Last 10 games both games. ഡിസംബറിലെ അതാണ് സത്യം പറഞ്ഞ നമ്മുടെ ടേണിംഗ് പോയിന്റ്. മേ ബി ആ സീസണിൽ നമ്മുടെ ടേണിംഗ് പോയിന്റും അതായിരുന്നു. ഡൗൺ ആയിരുന്ന സമയം പുഷ് കിട്ടിയതും പ്ലസ് നമ്മുടെ ഡ്രോബാക്കും. അതെ, കാരണം നമ്മൾ 2024 നമുക്ക് നിയർലി ഒരു പെർഫെക്റ്റ് റെക്കോർഡാണ് ഉള്ളത്. എസ്പെഷ്യലി നമ്മൾ വിങ് പ്ലേ കളിക്കുന്ന ഒരു ടീമിൽ സിൻജോങ്ങിനെ കളിപ്പിച്ചാൽ ഇറ്റ്സ് സോ ഹാർഡ്. നമുക്ക് ലിവർപൂളിനെതിരെ പോലും അങ്ങനെ ഒരു ടീം, ഒരു പേസി വിങ്ങർ ഉള്ള ടീമിൽ സിൻജോങ്ങിക്ക് കളിക്കാൻ പറ്റില്ല. ബിക്കോസ് ഹീൽ ഓൾവേസ് ഇൻവേർട്ട്. അവനോട് അവിടെ അവനെ എന്താ പറയുക പശ ഒട്ടിച്ച് അവിടെ വെച്ചാലും ഹീൽ ഓൾവേസ് ഗോ ടു ദ മിഡ്ഫീൽഡ്, വിച്ച് ഈസ് നോട്ട് ഹിസ് ഫോൾട്ട് ആക്ച്വലി. അവന്റെ നേച്ചർ അതാ, ദാറ്റ്സ് ഫൈൻ. ബട്ട് വി ഹാവ് ടു പ്ലേ ടിംബർ ആക്ച്വലി. സോ സ്പേഴ്സ് വിൽ പ്ലേ ബാക്ക് 5. City will actually play back 3 with Rodri. Stones ആണെങ്കിൽ സ്റ്റോൺസ്, ഇല്ലെങ്കിൽ Rodri, they will have a free role. So ആ സമയത്ത് we need a player like Timber or we saw കമ്മ്യൂണിറ്റി ഷീൽഡില് ടിംബറിന്റെ ഫസ്റ്റ് ഗെയിമില് ടിംബർ വാസ് ഇഞ്ചർഡ് ആകുന്നത് വരെ ടിംബർ വാസ് എക്സെപ്ഷണൽ ആക്ച്വലി. ഹി വാസ് എ ഡിഫറൻസ് മേക്കർ ആക്ച്വലി. വിന്നിംഗ് ഡ്യുവൽസ് ആക്ച്വലി, വിന്നിംഗ് ടാക്കിൾസ് ആക്ച്വലി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സോ നമ്മൾ ഇഞ്ചർഡ് ആവാതിരിക്കാനാണ് മാക്സിമം നോക്കേണ്ടത്. ഡെഫിനറ്റ്ലി ഈസ് എ പ്രഷർ, ബട്ട് പാനിക് സിറ്റുവേഷൻ അല്ല ഒബ്വിയസ്ലി. എനിക്ക് തോന്നിയിട്ടുള്ള ടിംബറിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്നാൽ പുള്ളിക്ക് ബോൾ കൺട്രോളും പുള്ളിയെ മാർക്ക് ചെയ്യുന്ന ആളെ പെട്ടെന്ന് വിട്ടിട്ട് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കമ്മ്യൂണിറ്റി ഷീൽഡിൽ നമ്മൾ എത്ര പ്രാവശ്യം പുള്ളിയുടെ നിന്ന് ബോൾ കിട്ടി പുള്ളി ഒരു ഡ്രോപ്പ് ഓഫ് ദ ഷോൾഡർ ഒക്കെ ചെയ്തിട്ട് നേരെ അറ്റാക്കിനോട് പോകും. ടിംബർ ഭയങ്കര ഒരു നമുക്ക് അത്ര എക്സ്പെക്ടേഷൻ ഉള്ള പ്ലെയർ ആയതുകൊണ്ടാണ് നമുക്ക് ഒരു കളി കഴിഞ്ഞിട്ട് പോലും നമുക്ക് അത്ര സങ്കടം വന്നത് ഒരു ഫുൾ സീസൺ പോയപ്പോഴത്തേക്ക്. കാരണം ടിംബർ വാസ് ദ ഡിഫറൻസ് എന്ന് എനിക്ക് തോന്നി. ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ പറ്റും. ഈവൻ ആസ്റ്റൺ വില്ല മാച്ചിൽ ഇപ്പൊ കഴിഞ്ഞ അവേ മാച്ച് നമ്മൾ 2-0 ജയിച്ചത്. നമ്മൾ ഡിഫെൻസീവ്ലി നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. ഇപ്പം സിൻചെങ്കോ ആയിരുന്നു ആ മാച്ച് കളിച്ചതെങ്കിൽ ആ ഒരു വിങ്ങില് ലിയോൺ ബെയ്ലി വന്ന് എന്താ അറിയാലോ ഷ്രെഡ് ചെയ്തേനെ സിൻചെങ്കോനെ. അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മാച്ച് ചെയ്യാൻ ഇപ്പം ടിംബർ ഉള്ളത് ഒരു വലിയൊരു ഒരു ഹെൽപ്പാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അറ്റാക്കിങ്ങിൽ ഒരു എപ്പോഴും നമ്മുടെ ആർസണലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫോൾട്ട് വരും. നമ്മൾ ഒരു പസിൽ എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പസിൽ ഇളകി എവിടെയെങ്കിലും ഇറങ്ങി വരും. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ സീസൺ എങ്കിലും ഒന്ന് മാനേജബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയാൽ നല്ലത്. ബട്ട് എനിക്ക് where my problem or എനിക്കൊരു കൺസേൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്റ്റാർട്ട് ഫോർ ഡെവലപ്പിംഗ് പ്ലേയേഴ്സ് ലൈക്ക് വനിയേരി ആൻഡ് സ്കെല്ലി, മൈൽസ് സ്കെല്ലി. ഇവർക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഇൻവോൾവ്മെന്റ്, ലൈക്ക് ദേ ആർ ഇൻവോൾവ് ഇൻ സ്ക്വാഡ് മാച്ചസ്, അങ്ങനെയൊക്കെ സ്ക്വാഡിലുണ്ട് അവർ. ദേ ആർ ബി ഇൻ ദ ഡഗ് ഔട്ട്. അവർക്ക് ആ ഒരു എൻവയോൺമെന്റുമായിട്ട് സെറ്റിൽ ആവാനാണെന്ന് മനസ്സിലായി. ബട്ട് സ്റ്റിൽ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റഡ് ഇപ്പൊ അവരിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മൾ ആ ഒരു പ്രീ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കും. കാരണം അവരുടെ കോൺഫിഡൻസും അവരുടെ എബിലിറ്റി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ദേ ആർ റെഡി ഫോർ ദ ഫസ്റ്റ് ടീം എന്ന്. അതിൽപ്പുറം എന്താ തോന്നി ഇത്രയും തിൻ സ്ക്വാഡ് ആയിട്ടും നമുക്ക് ഇവരെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്യിക്കണം എന്ന് തോന്നുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഫീലിംഗ് ആണ്. പറഞ്ഞു എനിക്കിതിൽ പറയാനുള്ളത് ആക്ച്വലി ഇപ്പൊ ബാക്കിയുള്ള ഇപ്പൊ ടോപ്പ് 4 നിൽക്കുന്ന ടീമിനെ നോക്കിയാലും നമുക്കിപ്പോ നമ്മൾ അക്കാഡമിയിൽ നിന്ന് കളിച്ചു വന്ന പ്ലേയേഴ്സ് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇപ്പോൾ സബായിട്ട് വരുന്നതോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ വളരെ കുറവാണ് എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. നമുക്ക് ഇപ്പൊ പറയാനായിട്ട് സാക്ക മാത്രമേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് സാക്ക മാത്രമേ ഉള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ആർട്ടേറ്റ പൊതുവെ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സിന് മിനിറ്റ്സ് കൊടുക്കുന്നതും കമ്പാരേറ്റീവ്ലി കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ഡെഡ് റബ്ബർ ഗെയിംസിലൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി ന്യൂനേരിയൊക്കെ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, സ്കെലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. പക്ഷെ അപ്പോ അത് ആക്ച്വലി എനിക്ക് വലിയൊരു കൺസേൺ ആണ്. ഇപ്പൊ ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ ഈ റൺ ഓഫ് ഗെയിംസിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു സെപ്റ്റംബർ 15 തൊട്ട് 22 വരെ ഇപ്പൊ വരുന്ന 3-ാമത്തെ ആഴ്ച എന്തോ നമ്മൾ 4 ഗെയിംസ് കളിക്കുന്നുണ്ട്. അതിൽ 3 എന്തോ എവേ ഗെയിംസ് ആണ്. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ചാമ്പ്യൻസ് ലീഗിന്റെ ഷെഡ്യൂൾ പറഞ്ഞു അടുത്ത ആഴ്ചയിലത്തേക്ക്. ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു സിറ്റി കളിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാലും ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു സിറ്റി ഇന്റർ അവേ എന്തോ കളിക്കുന്നുണ്ട്.
നമ്മൾ വ്യാഴാഴ്ച കളിക്കുന്നു, സോറി സിറ്റി ഇന്റർവേ കളിക്കുന്നു, നമ്മൾ അറ്റ്ലാന്റ കളിക്കുന്നു അല്ലെ വ്യാഴാഴ്ച. സോ അവരുടെ കളി അതെ, സിറ്റി ഒരു വെനസ്ഡേ ഒരു 10 മണി രാത്രി ആകുമ്പോൾ പൂട്ടി അവർക്ക് അവരുടെ തന്നെ ഹോം ഗെയിമാണ് നെക്സ്റ്റ് നമ്മളുമായിട്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഫ്രൈഡേ തിരിച്ച് ട്രാവൽ ചെയ്യുന്നു, സാറ്റർഡേ മോർണിംഗ് തിരിച്ച് വീണ്ടും മാഞ്ചസ്റ്ററിലോട്ട് ട്രാവൽ ചെയ്യുന്നു, സൺഡേ വീണ്ടും അടുത്ത ഗെയിം കളിക്കുന്നു, അതിനുശേഷം നെക്സ്റ്റ് ലീഗ് ഗെയിം കപ്പ് ഗെയിം ആണെന്ന് തോന്നുന്നു. അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പൊ എക്സിസ്റ്റിംഗ് സ്ക്വാഡ് വെച്ച് നേരത്തെ ജീവൻ ബ്രോ പറഞ്ഞ പോലെ ഇപ്പൊ അധികം നമ്മൾ സൈനിങ് നടത്തിയിട്ടില്ല. നമുക്ക് ആക്ച്വലി ഒരു പൊസിഷനിൽ തന്നെ കളിക്കാൻ ബെയർലി നമുക്ക് ഒരു പ്ലെയർ ഉണ്ട്. അത് പക്ഷേ അത് നല്ല ടാലന്റ് ഉള്ള പ്ലേയേഴ്സ് തന്നെയാണ്, നമ്മൾ ഡൗൺ ഗ്രേഡ് ഒന്നും അല്ല പലരും. ഓരോ പ്രൊഫൈലിൽ ഫിറ്റ് ചെയ്യുന്ന ഓരോ ഗെയിമിന് ഫിറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് തന്നെയാണ് നമുക്ക് സബായിട്ടുള്ളത് ഓരോ പൊസിഷനിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും തിന്നായിട്ടുള്ള സ്ക്വാഡ് വെച്ചിട്ട് പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസ് ആണ് എന്റെ മെയിൻ കൺസേൺ. അപ്പോ ഇതിപ്പം രാത്രി ഒരു മേജർ ഇഞ്ചുറി ഉണ്ടാവണമെന്ന് വേണ്ട, ഒരു മസിൽ സ്പ്രെയിനോ എന്തെങ്കിലും ഒന്ന് മതി. നമ്മുടെ അതൊരു ഇപ്പൊ സാൽവേ പോലെ ഒരു ഹൈ പ്രൊഫൈൽ ടച്ച് ഫുഡ് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലേയേഴ്സിനാണ് വരുന്നതെങ്കിൽ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ സ്പോർട്ടിങ്ങിലൂടെയുള്ള ഇഞ്ചുറി കാരണം നമ്മുടെ സീസൺ തന്നെ എന്തോ ഒരു പുഷിൽ പോയിക്കൊണ്ടിരുന്ന സീസണാണ്. വി വർ റൈഡിങ് ദ ഹൈ ഗ്ലോറി എന്നൊക്കെ പറയാം, അതേപോലെ പോയിക്കൊണ്ടിരുന്നതാണ് പോയത്. അപ്പം അതാണ് എന്റെ മെയിൻ കൺസേൺ. സോ ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്കിപ്പോ അവർ അക്കാഡമി കവറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് വി ഹാഡ് ആക്ച്വലി ഫിഗേർഡ് കപ്പിൾ മോർ ടാലന്റ്സ് ഫ്രം അവർ അക്കാഡമി അല്ലെ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ മേ ബി അവേ ടു ഇപ്സ്വിച്ച് ടൗണോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗെയിം വേർ വി ആർ വിന്നിംഗ് ഓൾറെഡി 2-0 or 3-0 ഇൻ ദ ഫസ്റ്റ് ഹാഫ്, നമുക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബാക്കി നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിന്, നമ്മുടെ മെയിൻ സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള പ്ലേയേഴ്സിന് കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുക്കായിരുന്നു. സോ ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ചാമ്പ്യൻസ് ലീഗ് ഹാസ് എ ന്യൂ ഡ്രോ, വി ആർ പ്ലേയിങ് എക്സ്ട്രാ 2 games റൈറ്റ് സീസൺ കമ്പയർഡ് ടു ലാസ്റ്റ്. സോ അതേപോലെ തന്നെ ലീഗ് ഗെയിംസ് ഉണ്ട്, അതിനിടയ്ക്ക് ഇന്റർനാഷണൽ ബ്രേക്ക് ഉണ്ട്. സോ I don't have a clue how players are going to actually maintain their fitness throughout this year and season. But like പറഞ്ഞ പോലെ നമ്മുടെ it takes a lot of effort from our player management as well as our medical team. അതെന്തൊക്കെയാലും പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇപ്പോ I hope that Marino is going to be back as soon as he can, and Calafiori ഇപ്പൊ നമ്മൾ injured, I think he's injured now, right? I hope നോക്കാണ്, ജസ്റ്റ് ഒരു വലിയ സീരിയസ് ഇഞ്ചുറി ഒന്നും അല്ലെന്നാ പറയാം. So I don't think it's I hope he's going to be back again as well. So so it all depends on how our medical team and how Arteta is going to actually manage player timings. Like I hope he's going to give more time to our academy players. So കുറച്ച് പേര് ഷൈൻ ചെയ്തിട്ട് നമുക്ക് രണ്ടും സാക്ക പോലുള്ള പ്ലേയേഴ്സിനെ കിട്ടിയിട്ടാണ് മാത്രമേ പറയാം. അല്ല, ഞാൻ അതാ പറയാം, കാരണം ഞാൻ സിറ്റിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഓസ്കർ ബോബിനെ പോലെ അല്ലെങ്കിൽ അവർക്കൊരു ഫോർഡൻ ഉണ്ട്, അവർക്ക് ഓസ്കർ ബോബ് ഉണ്ട്, ഇവരൊക്കെ എടുക്കുന്നു. അറ്റ്ലീസ്റ്റ് വൺ, ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് വൺ പ്ലെയർ 2 വർഷത്തിലെങ്കിലും ഒരിക്കലും ഒരു 1 പ്ലെയർ. നമുക്കിപ്പോ ഒരുപാട് ടാലൻസ് വരുന്നുണ്ട്, പക്ഷെ അവര് അങ്ങനെ ഇപ്പൊ ഇടയ്ക്ക് കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലായിട്ടൊരു നമ്മുടെ ഒമാരി ഹച്ചിൻസൺ ആയിരുന്നു, ഭയങ്കര ഹൈപ്പുള്ള ഒരു പ്ലെയർ ആയിരുന്നു. പുള്ളി ചെൽസി പോയി ഇപ്പൊ ഇപ്സ്വിച്ചിലോട്ട് പോയി. അപ്പം മേ ബി ക്വാളിറ്റി ഇതായിരിക്കാം, ഇഷ്യൂ ആയിരിക്കാം, നമുക്കറിയില്ല. ട്രെയിനിങ് ഗ്രൗണ്ടിൽ നമ്മൾ ആർട്ടറ്റ് കാണുന്നത് ആയിരിക്കുമല്ലോ, അത് ബേസ് ആയിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. സോ ദീപക് ബ്രോ അതില് എനിക്കിപ്പം അത് അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ആവും നമ്മുടെ ടീമിന്. ദ റീസൺ എനിക്ക് അങ്ങനെ കൺഫ്യൂസ് ആവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നോ ദ സിറ്റുവേഷൻ. ആർച്ചറ്റ വന്ന സമയത്ത് മാർട്ടിനെല്ലിക്ക് ഗെയിം കൊടുക്കണം, നമ്മളിങ്ങനെ ഫാൻസ് ആയിട്ട് ആഗ്രഹിക്കുമ്പം മാർട്ടിനെല്ലി ഷുഡ് ഗെറ്റ് ഗെയിംസ്, എന്തിനവനെ കളിപ്പിക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ പല ഫാൻസിനും, നമ്മുടെ ഫാൻസിന്റെ ഇടയിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ചോദ്യം. സെയിം വാസ് ദ കേസ് വിത്ത് സലീബ. ഒരു സീസൺ എക്സ്ട്രാ ലോൺ വിട്ടപ്പോഴും വി തോട്ട് ഹി വാസ് റെഡി, നമ്മൾ റെഡി ആണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു. ബട്ട് വെൻ ദേ സ്റ്റാർട്ടഡ് നമ്മുടെ ടീമിന് വേണ്ടി കളിച്ചു തുടങ്ങിയപ്പം വി നോ ഹൗ ദെയർ ഇമ്പാക്ട് വാസ്. സോ അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റിന് വേണ്ടി ആ ടീമായിട്ട് പ്രോപ്പർലി ജെൽ ചെയ്യാൻ വേണ്ടിയാണോ ഇവർക്ക് ഇത്രയും കുറച്ചും കൂടെ ടൈം കൊടുക്കുന്നത് എന്നൊരു ഡൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാം അവിടെ. സോ ദാറ്റ് ഈസ് വൺ കൈൻഡ്. അവർ കളിക്കുമ്പം ദേ ആർ റെഡി ടു സ്റ്റാർട്ട് എന്നൊരു സിറ്റുവേഷൻ ആകാം. സോ അവർക്ക് പിന്നെ ഒരു ജെല്ലിങ് ടൈം കൊടുക്കേണ്ട ആവശ്യം വരില്ല. ബട്ട് ഇൻ ദ സെയിം ടൈം ഇങ്ങനെ സ്ക്വാഡ് ഡെപ്ത് ഒക്കെ സിറ്റുവേഷൻ വരുമ്പോൾ ദാറ്റ് ഇസ് എ പ്രോബ്ലം. സോ നമുക്ക് ആ 2 സിറ്റുവേഷൻ ഇങ്ങനെ ചിന്തിക്കാം. അപ്പം അപ്പൊ ഇതാ എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് നമുക്ക് സ്ക്വാഡിന്റെ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ജീവൻ ബ്രോ പറഞ്ഞ സമയത്താണ് എനിക്കിങ്ങനെ ഒരു തോട്ട് പോയത്. സോ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് അത്യാവശ്യം പ്രീമിയം ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. ഇപ്പൊ കാരണം PSRന്റെ ഇതായിട്ട് നമ്മൾ അത്യാവശ്യം കോമ്പാറ്റബിൾ ആണ്. സോ വി ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് സ്പെൻഡ് ഓൺ എ ബിഗ് പ്ലെയർ എന്നാണ് പറയുന്നത്. സോ യു തിങ്ക് നമുക്കൊരു ഗിക്കോറസിനെ പോലുള്ള ഒരു പ്ലെയറിന്റെ അങ്ങനത്തെ ഒരു പ്ലെയേഴ്സിനെ നമുക്ക് വിന്ററിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു എനി തോട്ട്സ് ഓൺ ഇറ്റ്? എനിക്കറിയില്ല, ഐ ഡോണ്ട് തിങ്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ബട്ട് വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ഇറ്റ്?
എനിക്ക് സ്റ്റിൽ ഇപ്പം മേ ബി ഞാൻ പെട്ടെന്ന് പറയാം. എനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മളിപ്പോ സ്ട്രൈക്കറിനെ പോയി സൈൻ ചെയ്യുന്നതിലും വുഡ് ബി മോർ ഈസി ഇഫ് ഈ സ്റ്റേർലിങ്ങിന്റെ ഫോം കൂടെ ജനുവരി വരെ എത്രത്തോളം ഉണ്ടായിരിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. വി ഷുഡ് സൈൻ എന്താ പറയാ ഒരു നമ്പർ 8 ഇല്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് ബാക്കപ്പ് ദർ ആക്ച്വലി. അതൊരു പ്രീമിയം പ്ലെയർ ആകണമെന്നില്ല. എ പ്ലെയർ ഹു ക്യാൻ ലൈക്ക് ഇപ്പൊ കോവച്ചിച്ച് ഒക്കെ പോലെ കോവച്ചിച്ച് ക്യാൻ സിറ്റ് ഓൺ ബെഞ്ച് ആൻഡ് ക്യാൻ പ്ലേ. അങ്ങനെ ഇപ്പം ട്രൊസാർഡ് വന്ന പോലെ ട്രൊസാർഡ് ക്യാൻ സിറ്റ് ഓൺ ദ ബെഞ്ച് ആൻഡ് ക്യാൻ സ്റ്റാർട്ട് വെൻ എവർ ഹീസ് നീഡഡ്. സപ്പോസ് നമ്മളിപ്പോ ബ്രൈറ്റണിൽ ഒരു പ്ലെയറിനാണെങ്കിൽ ഇല്ലെങ്കിൽ ടു നെയിം വൺ ആരാ ഇപ്പൊ പറയാ ഒരു ക്വാളിറ്റി ഡെപ്ത് ഉള്ള ഒരു അതെ ഡെപ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് വി ഡോണ്ട് വാണ്ട് ദം ടു സ്റ്റാർട്ട് സ്ട്രേറ്റ് അവേ ബട്ട് വി നീഡ് ദം ടു ഷോ അപ്പ് വെൻ വി നീഡ് ദം ടു ആക്ച്വലി. ഇപ്പം ഇഫ് ഹാവേർട്സ് എനിക്ക് തോന്നുന്നില്ല ഹാവേർട്സ് ആസ് എ സ്ട്രൈക്കർ വിൽ ഫെയിൽ ആക്ച്വലി ബിക്കോസ് നമ്മൾ കണ്ടു ഹിസ് സ്റ്റാറ്റ്സ് ആസ് എ സ്ട്രൈക്കർ ഈസ് സോ ഗുഡ്. ലാസ്റ്റ് സീസൺ 91 ഗോൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്മൻസീവ് ആക്ച്വലി. സിറ്റി ഹാലൻഡ് മെജോറിറ്റി ഗോൾസ് അടിച്ചിട്ടും ആർസണലിന്റെ അത്ര എത്തിയിട്ടുള്ളൂ. So if you buy a out and out striker, we are going to lack goals from other people actually. അത് നമ്മളിപ്പോ ഫിഫയിൽ കാണുന്ന പോലെ ആ ഹാലൻഡ് ഗോൾസിന്റെ കൂടെ ബാക്കി എല്ലാവരും കൂടെ അടിക്കാൻ പോകുന്നില്ല. വിൽ നെവർ ഡു ദാറ്റ് ആക്ച്വലി. സിറ്റി 100 ഗോൾസ് അടിച്ചപ്പോൾ പോലും ഇറ്റ് വാസ് കളക്റ്റീവ്. ഒരു 6-7 പ്ലേയേഴ്സ് 20 ഗോൾസ്. മാഹ്റസ് ആയിരുന്നു അവരുടെ ടോപ്പ് സ്കോർ എന്ന് തോന്നുന്നു, 16 ഗോൾസ് ഓർ 20 ഗോൾസ് സംതിങ്. ബാക്കി ഹെസൂസിന് ഒരു 3 സബായിട്ട് വന്നിട്ട് തന്നെ ഒരു 2-3 ഹാട്രിക്സ് ഉണ്ടായിരുന്നു ആ സീസൺ ആക്ച്വലി. സോ അങ്ങനെ നോക്കുമ്പോൾ വി നീഡ് പ്ലേയേഴ്സ്. നമ്മുടെ ഫ്രണ്ട് 6 ലാസ്റ്റ് സീസൺ ചെയ്ത പോലെ തന്നെ ഇപ്രാവശ്യം ചെയ്താൽ മതി ആക്ച്വലി. വി ജസ്റ്റ് നീഡ് ഗോൾസ്. വി ഡോണ്ട് നീഡ് ആൻ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ ദാറ്റ് അത് ഹാവേർട്സിന്റെ ആ ഒരു സ്പേസ് എങ്ങനെ പോകും എന്നുള്ളത് ഭയങ്കര വിഷയമാണ്. സോ എനിക്കൊരു സ്ട്രൈക്കർ എന്ന് പറയുന്നത് അടുത്ത സമ്മറിൽ നോക്കിയാൽ മതി. ബട്ട് ഇപ്പം ഇഫ് വി ക്യാൻ ഗോ ആൻഡ് ജസ്റ്റ് ബൈ നീക്കോ വില്യംസ്, ഐ വിൽ ജസ്റ്റ് ടേക്ക് നീക്കോ വില്യംസ് ബിക്കോസ് സ്റ്റേർലിംഗ് മാത്രം വെച്ചുകൊണ്ട് എത്രത്തോളം പ്രോമിസ് നമുക്ക് തരാൻ പറ്റുന്ന എനിക്ക് അർട്ടറ്റിക്ക് പോലും തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ട്രെയിനിങ് വീഡിയോസ് ഞാൻ നോക്കുന്ന പോലുമില്ല ബിക്കോസ് നമ്മൾ ട്രെയിനിങ് വീഡിയോസ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിക്കോളാസ് പെപ്പെ എന്ന് പറഞ്ഞൊരു പ്ലെയർ ട്രെയിനിങ് വീഡിയോസിൽ സൂപ്പർ ആയിരുന്നു. സോ ഞാൻ അങ്ങനെ ഒരു സാധനം നോക്കുന്നേ ഇല്ല. ഓൺ ദ ഗെയിം ഇല്ലെങ്കിൽ പിച്ചിൽ വരുമ്പോൾ സ്റ്റേർലിംഗ് എത്രത്തോളം കോൺഫിഡന്റ് ആണ്. ഹൗ ക്യാൻ ഹി റെപ്ലിക്കേറ്റ് ദ ഫോം ഇൻ മാൻ സിറ്റി? ചെൽസിയിലും വി ക്യാൻ സി 8 ഗോൾസ് ഓർ 3 അസിസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ പുള്ളിക്ക് നമ്മൾ ആ ലീഡർ ഒരു 27 അറിയില്ല പുള്ളിയുടെ കറക്റ്റ് ഏജ് എത്രയായിരുന്നു എനിക്ക് ഇപ്പോഴും. 29 ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനർ ആണ്. 3 or 4 ടൈറ്റിൽസ് ആക്ച്വലി. സോ പുള്ളിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വന്നില്ലെങ്കിൽ വി ഷുഡ് ഗോ ആൻഡ് ബൈ എ ഫോർവേഡ് ആക്ച്വലി എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. സ്റ്റേർലിങ്ങിന്റെ എനിക്ക് തോന്നിയ സ്റ്റേർലിംഗ് ഈസ് വൺ ഓഫ് ദ പ്ലേയേഴ്സ് ദാറ്റ് വി ലാക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ മീൻ സ്റ്റേർലിംഗ് ആസ് എ ഞാൻ പറഞ്ഞ സ്റ്റേർലിംഗ് എന്നല്ല, പക്ഷെ സ്റ്റെർലിങ്ങിന്റെ ഒരു എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ. സോ ബേസിക്കലി ഡ്രൈവ് ചെയ്ത് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ടേക്ക് ഓൺ ചെയ്യാൻ പേടിയില്ലാത്ത. ഇപ്പം മാർട്ടിനെല്ലിയുടെ നമുക്ക് അറിയാം, മാർട്ടിനെല്ലിയുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വി ലവ് മാർട്ടിനെല്ലി. അതെല്ലാം ഹീസ് വെരി ഫാസ്റ്റ്, ഈസ് വെരി ഇലക്ട്രിക്, നമുക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ പുള്ളിയുടെ ചില മൂമെന്റ്സ് എസ്പെഷ്യലി ഇൻ ദ ലാസ്റ്റ് 18 months പുള്ളിക്ക് ഒരു ഡിസിസീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ലാസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ പുള്ളി ഡിലേ ചെയ്യുന്നുണ്ട്. ഈവൻ അത് ഒഡെഗാർഡിന്റെ കാര്യത്തിൽ ഒരു പരിധി വരെ ശരിയാണെങ്കിലും ഒഡെഗാർഡ് ഡസ് ഡിഫറെന്റ് റോൾ. സോ നമുക്കത് അവിടെ നമുക്ക് പറയാം. പക്ഷെ മാർട്ടിനെല്ലിയുടെ ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന അത്രയും പോയിന്റ് വരെ എത്തിയിട്ട് ഒരു സെക്കൻഡ് ഡിലേ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആ ഒരു ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ആ ഒരു അറ്റാക്ക് ഫിനിഷ് ആയി പോകുന്നത്. സോ അവിടെ ചിലപ്പം എനിക്ക് സ്റ്റെർലിങ്ങിന് കുറച്ചുകൂടെ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് പേടിയുള്ളത് സ്റ്റെർലിംഗ് എല്ലാം ചെയ്ത് ലാസ്റ്റ് വരെ എത്തിയിട്ട് പുള്ളി അടിച്ച് നേരെ ഗോൾ കീപ്പറിന്റെ കൈ കൊടുക്കും. അതാ പ്രശ്നം. അവിടെ ഒരു സ്ക്വയർ പാസ് കൊടുത്താൽ ചിലപ്പോൾ അത് ഗോളായിരിക്കും. അപ്പം ഒരുപാട് പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. അവിടെ ഒരു സെൽഫിഷ് പ്ലേ വരാതിരുന്നാൽ നമുക്കൊരു നല്ലൊരു പ്ലെയർ, എക്സ്പീരിയൻസ്ഡ് വെറ്ററിനെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. സഞ്ജയ് ബ്രോയിലോട്ടും കൂടെ വരാം. സഞ്ജയ് ബ്രോ, തോട്ട്സ് നമുക്ക് ഇതും കൂടെ കഴിഞ്ഞിട്ട് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ്. ബ്രോ, എന്താ ബ്രോ ഇനിയിപ്പോ എക്സ്പെക്ടേഷൻസ് ഓൺ സ്ക്വാഡ് ആൻഡ് ആ ഒരു പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെ ആഡ് ചെയ്യും? വാട്ട് ഡു യു തിങ്ക്? സോ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വാഡ് ഡെപ്തിന്റെ ജസ്റ്റ് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ബാക്കി ഒപ്പീനിയൻ പറയാം. സോ ഇൻ ടേംസ് ഓഫ് പ്യുവർ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ we have around 19 outfield players. So I'm not counting any of the academy stars. Only senior players നോക്കുവാണെങ്കിൽ 19 outfield players നമുക്കുണ്ട്.
So it's the same as Man City as well as Liverpool. Liverpool, I guess, have 20 outfield players in total. ലിവർപൂളിലാണ് ശരിക്കും ഓരോ പൊസിഷനിലും 2 players വെച്ച് അവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. So we are able to divide. Maybe there are actually 2 or 3 players in one position for us. But നമ്മളും സിറ്റി നോക്കുമ്പോൾ we actually prefer players who are able to play in multiple positions. So ഇപ്പൊ അങ്ങനെ in pure numbers perspective നോക്കുവാണെങ്കിൽ I'm not that concerned about the squad depth. Yeah, but ഇപ്പോൾ ഒരു ഷോർട്ട് ടേം ഒരു ചെറിയൊരു തിന്നസ് തോന്നുന്നുണ്ടാവും. Also because of the gravity of the matches in the short term. അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. Now coming to the question about additions in the winter market, so I guess it purely depends on how the market is going to be at that point of time. So നമുക്ക് പറയാലോ, നമ്മൾ 22-23 സീസൺ നോക്കുമ്പോൾ we actually bought around 3 players in the summer transfer window and we added 3 more players in the January window, Jorginho, Trossard and Kiwior. So I guess, okay, if there's an opportunity in the market, അങ്ങനെ ഒരു നല്ലൊരു opportunity if Arsenal is able to find, and if there is going to be a need in the squad, definitely Arsenal will buy a player. That's for sure, 100%. അതിൽ ഒരു ഡൗട്ടും ഞാൻ കാണും, ആ ഒരു കാര്യത്തിൽ എനിക്ക് ഡൗട്ടും ഇല്ല. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ മാർക്കറ്റ് ഇസ് ഗോയിങ് ടു ബി. ആൻഡ് പിന്നെ അറിയാലോ, വിന്റർ മാർക്കറ്റിൽ ടു ഗെറ്റ് എ പ്രൈമറി ടാർഗറ്റ് ഇസ് നിയർ ടു ഇമ്പോസിബിൾ. ഓറൽസ് അല്ലെങ്കിൽ റിലീസ് ക്ലോസ് പേ ചെയ്തിട്ട് മേടിക്കുക അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് വിന്റർ മാർക്കറ്റിലില്ല. Yeah, so I'm not that concerned about the squad numbers. Yeah, but if there's an opportunity and if there's going to be need in the squad, definitely we are going to buy a player no matter what. Okay. Anyway, yeah. Thank you so much, Sanjay bro, for your opinions. And yeah, നമുക്ക് പതുക്കെ ലൈവ് സ്ട്രീം ഏകദേശം ഒരു 50 മിനിറ്റ്സിന് മേളിൽ കയറി. അപ്പൊ നമുക്ക് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ് ദ സ്ട്രീം ആൻഡ് ഡിസ്കസിങ് അബൌട്ട് ആർസണൽ. അപ്പം നമുക്ക് ഈ ഒരു ചാനൽ അപ്പം പുതിയതാണ്. അപ്പം മാക്സിമം ട്രൈ സപ്പോർട്ടിങ് ആൻഡ് പ്രൊമോട്ടിങ് ദ ചാനൽ. കാരണം നമുക്ക് അങ്ങനെ ആർസണൽ പേജസ് വളരെ കുറവാണ്. അപ്പം ഹോപ്പ്ഫുള്ളി ദിസ് വിൽ കിക്ക് സ്റ്റാർട്ട് മോർ പീപ്പിൾ ടു സ്റ്റാർട്ട് ദെയർ ഓൺ കോണ്ടന്റ്. നമുക്കിനിയും ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് അറിയിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ് യൂട്യൂബും ട്വിറ്ററും പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉള്ളപ്പം നമ്മൾ മാക്സിമം അതിനുവേണ്ടി എന്താ പറയുക ട്രൈ ചെയ്യുക, ഒപ്പീനിയൻസ് പുറത്ത് സംസാരിക്കുക. which will at the end of the day ഇതെല്ലാം ഒരു കമ്മ്യൂണിറ്റി വർക്കാണ്. നമ്മൾ എല്ലാം പാർട്ട് ഓഫ് എ സിംഗിൾ കമ്മ്യൂണിറ്റി. that's the major point of this one. Anyway, thank you guys for joining. പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ക്വിക്ലി ഒരു റൗണ്ട് ഓഫ് predictions on NLD score predictions and we'll just wind this up. Anyone can start. ആരില്ലേ? ആർക്കും predict ചെയ്യാൻ? So എനിക്ക് തോന്നുന്നു it's going to be 2-1 win for Arsenal. Arsenal. Okay. Deepak bro. 2-0 clean sheet. 2-0 Arsenal. ജീവൻ ബ്രോ. എനിക്ക് തോന്നുന്നത് it will be 3-1 Arsenal. Yeah, I was of the same opinion. 3-1 to Arsenal. Okay, I go 1-0 for the Arsenal. എന്തോ എനിക്കറിയില്ല. എന്തായാലും ജയം ഉറപ്പ്, അത്രേ ഉള്ളൂ. 100% വിജയം, അതിൽ കുറച്ചൊന്നുമില്ല. Okay, anyway, thank you guys for joining the stream. So see you all next weekend. So നിങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫോളോ ബാക്ക് ഈച്ച് അതേഴ്സ് ആൻഡ് ലെറ്റ് us know. വാട്സാപ്പിൽ നമ്മളിപ്പോൾ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈസിയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയല്ല, പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേഷൻ കിട്ടും. അപ്പം നെക്സ്റ്റ് വീക്കിൽ സ്ട്രീമും നമ്മൾ ചെയ്യും. അപ്പം ഒരു പ്രീ മാച്ച് ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ഒരു നോർത്ത് ലണ്ടൻ നമുക്ക് ഒരു വീഡിയോ ഇടാം. Anyway, thank you all. Thank you guys for streaming. Thank you. Yeah, see you next week, guys. Take care. Bye. Bye. Come on, guys. Okay. എന്തായി? Recording.